التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الله سبحانه وتعالى നമ്മുടെ ഈ മജ്ലിസിനെ സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമ്മുടെ തുലാസിൽ ഭാരം തൂക്കുന്ന അള്ളാഹുവിനെ കാണുമ്പോൾ സന്തോഷത്തിൽ കണ്ടുമുട്ടാൻ സഹായിക്കുന്ന ഒരു അമലായി അള്ളാഹു ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നേരത്തെയുള്ള 2 ദർസുകളിൽ ഇവിടെ നിങ്ങൾ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ ദീനി മജ്ലിസിൻ്റെ മര്യാദകളും അതുപോലെ പരസ്പരം സാഹോദര്യ ബന്ധത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അപ്പുറത്തിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അതല്ലെങ്കിൽ അകത്തേക്ക് കയറിയിരിക്കാം. നേരത്തെ നമ്മൾ ഹദീത്ത് കേട്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സദസ്സിൻ്റെ മുന്നിൽ വന്നിരുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുകഴ്ത്തി. എന്നാൽ പിന്നിലേക്ക് പോകുന്ന ആളുകൾ അത് നിരുത്സാഹപ്പെടുത്തപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അടുത്തടുത്തിരിക്കുക, ചേർന്നിരിക്കുക എന്നുള്ളത് ഇൽമിൻ്റെ മജാലിസുകളിൽ അതിൻ്റെ മര്യാദയിൽ പെട്ടതാണ്. നമ്മുടെ വിഷയം എന്നുള്ളത് മൗലിദാഘോഷം, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടിനെ കുറിച്ചാണ്. അത് മാത്രമായി പറയുന്നതിൽ ഉപരി ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഇദ്നില്ല ഒരു 2 ഭാഗം പോലെ സംസാരിക്കാനാണ്. ആദ്യത്തെ ഭാഗത്തിൽ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പൊതുവായ ചില കാര്യങ്ങളും, അതിലൂടെ ഓരോരോ ബിദ്അത്തുകൾ നമുക്കിടയിലേക്ക് വരുമ്പോൾ അതിനോട് എന്ത് സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബിഇദ്നില്ല സാധിക്കും. രണ്ടാമത്തേത് മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട് ഏതാനും ചെറിയ ചില കാര്യങ്ങൾ. കാരണം നമുക്കെല്ലാവർക്കും മൊത്തത്തിൽ അറിയാം മൗലിദാഘോഷം പാടില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ബിഇദ്നില്ല 2 ഭാഗമായി സംസാരിക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനുമായി നമ്മിലേക്ക് വരികയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുത്തേക്ക് വഹിയായി ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു നൽകുകയും ചെയ്തു. അവിടുന്ന് 23 വർഷക്കാലം അവിടുത്തെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ നമ്മിലേക്ക് എത്തിച്ചു നൽകുകയും ഈ ദീനിനെ സഹാബികൾക്ക് ഏറ്റവും നല്ല നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന ദിനങ്ങളിൽ ഹജ്ജത്തുൽ വദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 100,000-ലധികം വരുന്ന സഹാബത്തിനെ മുന്നിൽ നിർത്തി അവരോട് ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്ത്, സഹാബികളെ, അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, ഈ ദീനിന്റെ പ്രചാരണം, അത് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. സഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, പ്രവാചകരെ, താങ്കൾ നമുക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്കളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താങ്കൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയും ജനങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ, ഇവരെ പറയുന്നതിന് നീ സാക്ഷിയാണ്. അവിടുത്തെ ജീവിതത്തിൽ ഹജ്ജത്തുൽ വദാഇൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ താങ്കൾക്ക് നൽകിയിരിക്കുന്ന ഈ ദീൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഇന്നിത് പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മറ്റൊന്നിൻ്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇസ്ലാം മതം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിൽ അവതരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ഈ രൂപത്തിൽ നമുക്ക് ദീന് പറഞ്ഞു തരികയും സഹാബത്തിനോട് നോക്കിക്കൊണ്ട് മറ്റൊരു ദിവസം പറഞ്ഞു, തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അവിടുന്ന് പറയുകയാണ്, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, സഹാബികളെ, തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ. എൻ്റെ സഹോദരങ്ങൾ, ശരിക്കും പ്രവാചകന്റെ വാക്കുകൾ ചിന്തിക്കണം. തറക്തുക്കും, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്
അലൽ മഹജ്ജത്തിൽ ബൈളാ, വ്യക്തമായ ഒരു മാർഗത്തിലാണ്. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക്, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ എളുപ്പമുള്ള, ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വ്യക്തമായ മാർഗം. ഇതിലെന്തിനു മറുപടിയുണ്ട്? ഇന്ന് ചില ആളുകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതകൾ വരുമ്പോൾ ചില ആളുകൾ പറയും, ഞങ്ങൾ ഒന്നിലേക്കും ഇല്ല, ഞങ്ങളൊന്നും പഠിക്കാനില്ല, നമ്മളിങ്ങനെ മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തറദ്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ, വ്യക്തമായ ഒരു മാർഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിട്ടേച്ചു പോകുന്നത്. നമ്മുടെ നാട്ടിലൊരു അഭിപ്രായ ഭിന്നത വന്നു, എന്താണ് ഇസ്ലാമിന്റെ വിധി അതിൽ എന്നറിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമിന്, സത്യവിശ്വാസിക്ക് വ്യക്തമായ മാർഗമാണത്. പഠിച്ചാൽ മനസ്സിലാകാത്തതായി ഒരു കാര്യവും ഈ ദീനിലില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും, കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇബ്നു ഹുബൈറ റഹിമഹുല്ല പറഞ്ഞതായി ദൈലു തബഖാത്തുൽ ഹനാബിലയിൽ ഇബ്നു റജബ് റഹിമഹുല്ല പറഞ്ഞത്, ചില ആളുകൾ പറയും ഞങ്ങൾ ഖുർആൻ പഠിക്കുന്നില്ല, ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നില്ല. എന്താ കാരണം? ഖുർആൻ പഠിച്ചാൽ അതിൽ ഞാൻ സംസാരിക്കുമ്പോൾ വീഴ്ച വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പഠിക്കാതെ മാറി നിൽക്കാം എന്ന് പറയുന്നത് പിശാചിന്റെ കെണിയാണ് എന്ന് ഇബ്നു ഹുബൈറ റഹിമഹുല്ല പറഞ്ഞതായി ഇബ്നു റജബ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പഠനത്തിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവർ ശരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കൽ, അതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറത്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ, വ്യക്തമായ മാർഗമാണ് സഹാബികളെ നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. അതിന്റെ പൂർത്തീകരണത്തിൽ അവിടുന്ന് പറഞ്ഞു, ലൈലുഹ കനഹരിഹ, അതിന്റെ രാത്രികൾ പകലുകൾ പോലെയാണ്, വ്യക്തമാണ്. ഒരാൾക്കും അവ്യക്തത വരാത്ത രൂപത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാകുന്ന വിഷയമാണ്. ഇസ്ലാമിന്റെ കർമ്മങ്ങളാകട്ടെ, ഇബാദത്തുകളാകട്ടെ, ക്രയവിക്രയങ്ങളാകട്ടെ, കച്ചവടമാകട്ടെ, ഏത് മേഖലയിലും പഠിക്കാൻ ശ്രമിക്കുന്നവന് അവന്റെ മുമ്പിൽ വ്യക്തമാകുന്നതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ 23 വർഷ കാലയളവ് കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന ജീവിതത്തിന് ശേഷം അവിടുത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വാക്ക് വരുമ്പോൾ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, സദഖ വല്ലാഹ്, പ്രവാചകൻ പറഞ്ഞത് സത്യമാണ്. നമുക്ക് മനസ്സിലാകുന്ന വ്യക്തമായ വഴിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു അധ്യാപനം, പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന പരിപൂർണമായ ഈ മതത്തിന്റെ നിയമങ്ങൾ ഏതേത് മേഖലയിലും, ഇബാദത്തുകളാണെങ്കിലും കച്ചവട ഇടപാടുകളാണെങ്കിലും ദാമ്പത്യ ജീവിതമാണെങ്കിലും സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിലും ഏത് മേഖലയിലും ഇസ്ലാം വളരെ വ്യക്തമായ അധ്യാപനങ്ങൾ നൽകി. ഇനി ഒരു ചേർക്കലിന്റെ ആവശ്യമില്ല എന്ന് സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അത് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. ശരിക്കും നമ്മൾ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. സഹാബികൾക്ക് ബോധ്യപ്പെട്ടിരുന്നു, ഇനി ദീനിൽ നമ്മളൊന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിന്റെ ഖലീഫമാർ അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലഘട്ടത്തിൽ റളിയല്ലാഹു അൻഹുമ ആരും ദീനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. എന്തെങ്കിലും എനിക്ക് നല്ലതായി തോന്നുന്നു, അതുകൊണ്ട് ഞാനിതാ ഇന്ന ഒരു ഇബാദത്ത്, പുതിയൊരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞ് ഒരു സ്വലാത്ത് അബൂബക്കർ നമ്മെ പഠിപ്പിച്ചിട്ടില്ല, ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. പുതിയൊരു നിസ്കാരം ഇന്ന് ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ സലാത്തുൽ ഫാത്തിഹ് എന്ന് പറയുന്ന ഒരു സ്വലാത്ത് ജീവിതത്തിൽ പകർത്താം എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിക്കുകയും ജനങ്ങളോട് പറഞ്ഞു, ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമർ, ജനങ്ങളെ എനിക്ക് ശേഷം 2 പേരെ നിങ്ങൾ ജീവിതത്തിൽ പിന്തുടരുക. ആരൊക്കെയാണ് അവർ? അബൂബക്കറിനെയും ഉമറിനെയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളത് മാത്രമാണ്. അവർ 2 പേരുടെയും കാലം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ പ്രാരംഭ വർഷങ്ങളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, പുതിയ വാദങ്ങൾ ഉണ്ടായിരുന്നില്ല. ഖിലാഫത്തിന്റെ അവസാനമാകുമ്പോഴേക്ക് ചില ആളുകൾ വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. നമുക്ക് ആ സംഭവങ്ങൾ അറിയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിന്റെ അവസാനത്തിലാണ് ഈ ഫിത്നകൾ വരുന്നത്. ഉസ്മാനിനോട് ദേഷ്യമുള്ള, അലി ഇബ്നു അബി താലിബിനോട് ദേഷ്യമുള്ള ഒരു വിഭാഗം ഉടലെടുക്കുന്നു റളിയല്ലാഹു അൻഹുമ. പിന്നീട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്താണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ചരിത്രം നാം നോക്കിയാൽ അദ്ദേഹത്തോട് ശത്രുതയുള്ള ഒരു വിഭാഗം ഉടലെടുത്ത കാരണത്താൽ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞ ഒരു വിഭാഗവും മറ്റൊരു ഭാഗത്തുണ്ടായി.
ഒരു വിഭാഗം അലിയിനോട് ശത്രുതയാണെങ്കിൽ മറ്റൊരു വിഭാഗം വന്നിട്ട് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ പുകഴ്ത്തുകയും അലിയാണ് റബ്ബ്, അലിയാണ് ഇലാഹ് എന്ന് പറയുന്ന വാദത്തിലേക്ക് ചില ആളുകൾ ചെന്നെത്തുകയും ചെയ്തു. അവരെയാണ് പൊതുവെ നമ്മൾ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഷിയാക്കളും മറുഭാഗത്ത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്ത ഖവാരിജുകളും. നെഹ്ർവാനിലും മറ്റും അലി ബിൻ അബി താലിബ് അവരോട് യുദ്ധം ചെയ്തതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു. എൻ്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം വിഷയങ്ങൾ. മജ്മൂഉൽ ഫതാവയിൽ ഇബ്നു തൈമിയ്യ പറയുന്നു, ഈ ഉമ്മത്തിൽ ആദ്യമായി വന്നിരിക്കുന്ന ബിദ്അത്ത് എന്നുള്ളത് ഖവാരിജുകളുടെയും ഷിയാക്കളുടെയും ബിദ്അത്താണ്. ഈ ഉമ്മത്തിൽ ആദ്യമായി ഉടലെടുത്ത ബിദ്അത്ത് ഖവാരിജുകളുടേതാണ്, അതുപോലെ തന്നെ ഷിയാക്കളുടേതാണ്. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഈ ഉമ്മത്തിൽ ആദ്യമായി വന്ന ബിദ്അത്ത് ഖവാരിജുകളും ഷിയാക്കളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പലപ്പോഴും ബിദ്അത്തിന്റെ അർത്ഥത്തെ വളരെ ചുരുക്കിയിരിക്കുകയാണ്. പലരോടും ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരുന്നത് ഈ പറഞ്ഞ പുതിയ സലാത്തുകൾ, പുതിയ ദിക്റുകൾ, പുതിയ പുതിയ ഏർപ്പാടുകൾ, ഇതാണ് നമ്മൾ ബിദ്അത്തായിട്ട് പറയാറുള്ളത്. മാല മൗലൂദുകൾ, റാത്തീബുകൾ, ഹജ്ജാദ് റാത്തീബുകൾ, ഇതൊക്കെയാണ് ബിദ്അത്തായി പറയാറുള്ളത്. അത് ബിദ്അത്താണ്, സംശയമില്ല. പക്ഷെ അത് മാത്രമല്ല ബിദ്അത്ത്. പുതിയ വാദം ഒരാൾ കൊണ്ടുവരികയും ഈ വാദം ദീനിലുള്ളതാണ് എന്നൊരുവൻ വാദിക്കുകയും ചെയ്താൽ ആ വാദം ബിദ്അത്തിന്റെ വാദമാണ്. പുതിയ വാദങ്ങൾ ഒരുവൻ കൊണ്ടുവരികയും ആ വാദം അതാണ് ഇസ്ലാമിന്റെ വാദം എന്നൊരുവൻ വാദിക്കുകയും ചെയ്താൽ അത് ബിദ്അത്താണ്. അതുകൊണ്ടാണ് ഖവാരിജുകളുടെ ബിദ്അത്തുകൾ നിങ്ങൾ നോക്കിയാൽ പണ്ഡിതന്മാർ എണ്ണിയതിൽ കാണാം, അവർ പറയാറുണ്ടായിരുന്നു വൻ പാപങ്ങൾ ചെയ്യുന്നവൻ കാഫിറാണ്. നമ്മൾ കളവ് പറഞ്ഞാൽ, ഒരു വ്യക്തി മോഷണം നടത്തിയാൽ, ഒരു വ്യക്തി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ ഖവാരിജുകൾ പറയുന്നു അവൻ കാഫിറാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഇത് അവരുടെ ബിദ്അത്തുകളിൽ പെട്ടതാണ്. അതുപോലെ അവർ പറഞ്ഞു ഭരണാധികാരികളിൽ നിന്ന് പിഴവ് സംഭവിച്ചാൽ, മുസ്ലിം ഭരണകൂടങ്ങളിൽ ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവം ഉണ്ടാക്കൽ, അവർക്കെതിരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ, അതാണ് ദീനിന്റെ ഭാഗം. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, കലാപങ്ങൾ സൃഷ്ടിക്കണം, അതാണ് ദീനിന്റെ ഭാഗം എന്ന് ഖവാരിജുകൾ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ബിദ്അത്തുൽ ഖുറൂജാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിദ്അത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശർഈയായ ഒരു പദത്തെ ഒരിക്കലും ഒരു മേഖലയിൽ മാത്രം ചുരുക്കി നമ്മൾ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ന് പലരും നമ്മുടെ നാട്ടിലുള്ള ഖുബൂരികളും മറ്റും ചെയ്യുന്ന ബിദ്അത്തുകളെ മാത്രമാണ് പലരും കാണുന്നത്. ഹദീസ് നിഷേധം ഒരുവൻ കൊണ്ടുവന്ന് ഇതാണ് ദീനിന്റെ ഭാഗം എന്ന് വാദിച്ചാൽ അത് ബിദ്അത്തിന്റെ വാദമാണ്. ഭരണാധികാരികൾക്കെതിരിൽ പരസ്യമായി സംസാരിക്കൽ അനുവദനീയമാണ്, അതാണ് ദീനിന്റെ ഭാഗം എന്ന് ഒരുവൻ പറഞ്ഞാൽ അത് ബിദ്അത്തിന്റെ വാദമാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ആദ്യമായി ഇസ്ലാമിൽ വന്നിരിക്കുന്ന ബിദ്അത്ത് ഖവാരിജുകളുടെയും ഷിയാക്കളുടെയും ബിദ്അത്താണ്. വർഷങ്ങൾ കഴിഞ്ഞു, അമവി ഭരണകൂടം ഇസ്ലാമിന്റെ ഖിലാഫത്ത് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അമവി ഭരണകൂടത്തിന്റെ കയ്യിലെത്തിയപ്പോൾ അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ കാലഘട്ടത്തിൽ മുർജിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഖദരിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും വന്നു. അമലുകളെ ഈമാനിൽ നിന്ന് പുറത്താക്കുക, അങ്ങനെയുള്ള അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത ചില വാദങ്ങളുമായി മുർജിയാക്കളും അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗമായി ഖദരിയാക്കളും ഉടലെടുത്തു. ഈ രണ്ട് വിഭാഗങ്ങളും സഹാബത്തിന്റെ കാലം അവർ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഖദരിയാക്കളുടെ വാദം ബസ്റയിൽ വന്നപ്പോൾ ചില താബിഈങ്ങൾ മദീനയിലും മക്കയിലും ഒക്കെ വന്നു. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം വന്നിട്ടുണ്ട്, അവരുടെ വാദം ഖദർ എന്ന് പറയുന്ന ഒന്നില്ല, അള്ളാഹു ആദ്യമേ കാര്യങ്ങൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല എന്ന വാദം ഉന്നയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ മറുപടി എന്തായിരുന്നു? ഇബ്നു ഉമറിന്റെ മറുപടി എന്താണ്? വളരെയേറെ ചിന്തിക്കേണ്ട. ഇന്ന് ചില ആളുകൾ മറ്റുള്ളവർ ബിദ്അത്തുകൾ ചെയ്യുമ്പോൾ അവർ ചെയ്തോട്ടെ, നമ്മൾ എതിർക്കേണ്ടതില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടി അബ്ദുല്ലാഹി ബിൻ ഉമർ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ ബസറയിലേക്ക് തിരിച്ചു ചെന്നാൽ അവരെ കണ്ടാൽ അവരോട് പറയുക ഇബ്നു ഉമർ അവരുമായി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. സഹീഹ് മുസ്ലിമിൽ ഹദീസാണ്. ഇബ്നു ഉമർ അവരുമായി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ബിദ്അത്ത് കൊണ്ടുവന്നവരുമായി ഇബ്നു ഉമറിന് ബന്ധമില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ബിദ്അത്തുകൾ തുടങ്ങുന്നത് പ്രധാനമായും ഈ 4 കക്ഷികളിലൂടെയാണ്. ഷിയാക്കൾ, ഖവാരിജുകൾ, മുർജിയാക്കൾ, ഖദരിയാക്കൾ. അതുകൊണ്ടാണ് ഇമാം അബ്ദുല്ലാഹി ബിൻ അൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞത് അതിനുശേഷം വന്നിരിക്കുന്ന ഏതേത് കക്ഷികളുണ്ടോ, പുതിയ പുതിയ വിഭാഗങ്ങളാകട്ടെ, പുതിയ പുതിയ വാദങ്ങളുമായി വന്നവരാകട്ടെ, ഏത് വിഭാഗങ്ങൾ അതിനുശേഷം വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ വേരുകൾ മടങ്ങുന്നത് ഈ 4 വിഭാഗത്തിലേക്കാണ് എന്ന് അബ്ദുല്ലാഹി ബിൻ അൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞതായി കാണാം.
ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ബിദ്അത്ത് എന്ന് പറയുന്നത് പുതിയ ആചാരങ്ങൾ മാത്രമല്ല, പുതിയ വാദങ്ങൾ ബിദ്അത്താണ്. പുതിയ വിശ്വാസങ്ങൾ ഒരുവൻ കൊണ്ടുവന്ന് ദീനിലേക്ക് ചേർത്തി പറഞ്ഞാൽ അത് ബിദ്അത്താണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ബിദ്അത്തിന്റെ വിശദീകരണം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിർമ്മിക്കുകയും അത് ദീനിലേക്ക് ചേർത്തുകയും ചെയ്യലാണ്. അത് ഇബാദത്തുകളാകാം, വാദങ്ങളാകാം, വാക്കുകളാകാം, ഏതുമാകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. ചില ഹദീസുകളിൽ സഹാബികൾ ചോദിച്ചു, ഏതുവരെ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗദിന്റെ അരികിൽ എന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം. അവർക്കെതിരിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ജനങ്ങളുടെ രക്തം ചിന്തുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. ഈ വാദം ഖവാരിജുകൾ പറയുകയും പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂനും മറ്റും ഏറ്റെടുക്കുകയും ഇത് ദീനിന്റെ വാദമാണ് എന്ന് പറയുകയും ചെയ്യപ്പോൾ പണ്ഡിതന്മാർ എതിർത്തു, അത് ബിദ്അത്താണെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. പുതിയ വാദങ്ങൾ കൊണ്ടുവന്ന് ദീനിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അത് ബിദ്അത്താണ്. അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അവരോടുള്ള സമീപനം എന്തായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരുമായി ബന്ധവിച്ഛേദനം നടത്തി. സലഫു സ്വാലിഹീങ്ങളുടെ സീറത്ത് നിങ്ങൾ നോക്കിയാൽ, അവരുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ എത്രമാത്രം ബിദ്അത്തിന്റെ ആളുകളെ അവർ വെറുത്തിരുന്നു. അബുൽ ജൗസ റഹിമഹുല്ല പറഞ്ഞതായി ഇബ്നു ബത്ത അൽ ഇബാനത്തുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം പറയുന്നു, ലഅൻ തുജാവിറനിൽ ഖിറദതു വൽ ഖനാസീർ ഫീ ദാരിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ യുജാവിറനി റജുലുൻ മിൻ അഹ്ലിൽ അഹ്വാ. ബിദ്അത്തിന്റെ ആളുകൾ, ഹവയുടെ ആളുകൾ, അവർ എൻ്റെ കൂടെ ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പന്നികളുടെ കൂടെയും അതുപോലെ തന്നെ കുരങ്ങന്മാരുടെ കൂടെയും ഇരിക്കുന്നതാണ് എന്ന് അബുൽ ജൗസ റഹിമഹുല്ല പറഞ്ഞതായി അൽ ഇബാനത്തുൽ കുബ്രയിൽ കാണാം. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇന്ന് ചിലർക്കെങ്കിലും ചില സഹോദരങ്ങളൊക്കെ പറയാറുള്ള കാര്യമാണ്, ബിദ്അത്തുകളെ നമ്മൾ എതിർക്കേണ്ടതില്ല. ശിർക്ക് ചെയ്യുന്നവൻ ശിർക്ക് ചെയ്യട്ടെ, നബിദിനാഘോഷം നടത്തുന്നവർ അത് ആഘോഷിച്ചു കൊള്ളട്ടെ, ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കുന്നവർ അത് സംസാരിച്ചു കൊള്ളട്ടെ, ദീനിൽ പുതിയ വാദങ്ങൾ കൊണ്ടുവരുന്നവർ അത് ചെയ്യട്ടെ. ഒരു പണ്ഡിതനെ കൊണ്ടുവരികയും ആ പണ്ഡിതരെ അംഗീകരിക്കുന്നവരെ മാത്രം സലഫികളായി കാണുക, അഹ്ലുസുന്നയായി കാണുക, അദ്ദേഹത്തെ എതിർക്കുന്നവരെ ബിദ്അത്തിന്റെ ആളുകളായി കാണുക എന്ന് ചെയ്യുന്നവർ അതവർ ചെയ്തു കൊള്ളട്ടെ, അവരൊരു പണ്ഡിതനെയല്ലേ ഫോളോ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള വാദങ്ങൾ ഇത് ശരിയല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഒരു വ്യക്തിയെ കൊണ്ടുവരികയും ആ വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ ഇഷ്ടവും വെറുപ്പും സ്ഥാപിക്കുകയാണെങ്കിൽ അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്, അത് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാമിന്റെ ചില സംസാരങ്ങൾ കാണാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ വാക്ക് എല്ലാ വിഷയത്തിലും ഒരുവൻ സ്വീകരിച്ചാൽ അത് ആ വ്യക്തിയെ മഅസൂമാക്കുന്നതിന് തുല്യമാണ്, അത് എതിർത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ പുതിയ പുതിയ വാദങ്ങൾ ഒരുവൻ കൊണ്ടുവന്ന് അത് ദീനിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അത് ബിദ്അത്താണ്. അതിനോട് സലഫുകളുടെ, മുൻഗാമികളുടെ, താബിഈങ്ങളുടെ സമീപനം വളരെ കഠിനമായിരുന്നു. ഇമാം ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് ഒരിക്കൽ മസ്ജിദിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അരികിൽ ഒരു വ്യക്തി വന്നു. ആ വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം, ഒരു വാക്കിനെ കുറിച്ച് ചോദിക്കാം. ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് ചെവി അടച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വാക്ക് പോയിട്ട് ഒരു വാക്കിന്റെ പകുതി പോലും നിന്നിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടായിരുന്നു? മുൻഗാമികൾ അത്രമാത്രം ബിദ്അത്തുകാരുടെ വിഷയത്തിൽ ഗൗരവം കാണിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ച് പറയുകയാണ്, പുതിയ പുതിയ സലാത്തുകൾ ഉണ്ടാക്കുന്നവരെ, ഈ ശിർക്കും ബിദ്അത്തും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നവരെ, പുതിയ ആചാരങ്ങൾ കൊണ്ടുവരുന്നവരെ നാം വെറുക്കുന്നത് പോലെ പുതിയ വാദങ്ങൾ കൊണ്ടുവരുന്നവരെ ആ വാദവുമായി ബന്ധവിച്ഛേദനം നമ്മൾ നടത്തണം. അതുമായി നമുക്ക് ബന്ധമില്ലാതിരിക്കണം. അത് ബിദ്അത്തായി കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ബിദ്അത്ത് എന്ന് പറയുന്നത് കേവലം ഒരു ഭാഗത്ത് മാത്രം ചുരുക്കേണ്ട കാര്യമല്ല. മാത്രമല്ല, ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ആദാബു ശർഈയ്യയിൽ ഉദ്ധരിക്കുന്നതായി കാണാം, ഇമാം അഹ്മദിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. മറൂദിയുടെ റിവായത്തിൽ കാണാം, ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി നിസ്കരിക്കുകയാണ്, നോമ്പനുഷ്ഠിക്കുകയാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്, പക്ഷേ മറ്റുള്ളവരുടെ വിഷയത്തിൽ സംസാരിക്കുന്നത് ആ വ്യക്തി തടയുന്നു. തെറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബിദ്അത്തുകൾ ചെയ്യുന്ന ആൾക്കെതിരിൽ താക്കീത് ചെയ്യുന്നതിനെ ആ വ്യക്തി എതിർക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് നല്ല മാർഗമാണോ? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുഖം മാറി, അദ്ദേഹത്തിന്റെ പ്രയാസം മുഖത്ത് കാണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അയാൾ നിസ്കരിക്കുകയാണെങ്കിൽ, നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അതിന്റെ പുണ്യം അയാൾക്ക് മാത്രമുള്ളതാണ്, അയാളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ പുതിയ വാദങ്ങൾ കൊണ്ടുവരുമ്പോൾ
അതിൽ നിന്ന് മിണ്ടാതിരിക്കാൻ ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുക എന്ന് ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാം. ഇമാം ഉസ്മാൻ ബിൻ സഈദ് അദ്ദാരിമിയുടെ നഖ്ലു അദ്ദാരിമി അലാ ബിശ്ർ അൽ-മിദ്രീസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം അഹ്മദിന്റെ ഒരു വാക്ക് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ആശയം എന്താണ്? ഇമാം അഹ്മദ് പറയുന്നു, നസ്കുതു ഇദാ സകതു, അവർ മിണ്ടാതിരുന്നാൽ നമ്മൾ മിണ്ടാതിരിക്കാം. അവർ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കാനാണ്? നമ്മുടെ നാട്ടിൽ ബിദ്അത്തുകളെ എതിർക്കേണ്ടതില്ല, പുതിയ വാദങ്ങൾ കൊണ്ടുവരുന്നവരെ എതിർക്കേണ്ടതില്ല. അവർ അവരുടെ ആശയവുമായി പോകട്ടെ, നമ്മൾ നമ്മുടെ ആശയവുമായി പോകും എന്ന് പറയുന്നവർ, ഇമാം അഹ്മദ് പറയുന്നു, അവർ മിണ്ടാതിരുന്നാൽ നമ്മൾ മിണ്ടാതിരിക്കും, അവർ മിണ്ടാതിരുന്നില്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ സംസാരിക്കുമെന്ന് ഇമാം അഹ്മദ് പറഞ്ഞതായി ദാരിമി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മിർരീസിക്കുള്ള മറുപടിയിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തിനെ വെറുക്കണം. ബിദ്അത്തുകാരോട് നമ്മുടെ സമീപനം, അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ് എന്നുള്ളത് പറഞ്ഞു. ബിദ്അത്ത് എന്താണ് എന്നുള്ളത് ബിഇദ്നില്ലാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബിദ്അത്തുകളെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ചുരുക്കാൻ പാടില്ല. ഇനി ഈ ബിദ്അത്തുകൾ, ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം എന്താണ്? ചില ആളുകളൊക്കെ അവരുടെ സംസാരങ്ങളിൽ പറയും, ഇങ്ങനെ ചില മുൻഗാമികളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും നേർക്ക് നേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ താക്കീത് ചെയ്തിട്ടുണ്ടോ? പ്രവാചകന്റെ നിലപാട് എന്തായിരുന്നു? ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഖുതുബത്തുൽ ഹാജയിൽ പറയാറുള്ള വാക്കുകളാണ്, ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ദീനിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏത് കാര്യവും, കുല്ല മുഹ്ദസ, ഏത് കാര്യവും, കുൽ എന്ന് പറയുന്ന പദം ഉസൂലുൽ ഫിഖ്ഹിന്റെ നിയമം അനുസരിച്ച് ഉമൂമിന്റെ പദമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളും. ഏത് പുതിയ വാക്കുകളും, ഏത് പുതിയ വാദങ്ങളും, ഏത് പുതിയ ഇബാദത്തുകളും, ഏത് പുതിയ ആരാധനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ബിദ്അ, അത് ബിദ്അത്തിന്റെ ഭാഗമാണ്. വകുല്ലു ബിദ്അത്തിൻ, ഏത് ബിദ്അത്ത് ഉണ്ടെങ്കിലും ളലാലത്തുൻ, അത് വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ വളരെ ശക്തമായി താക്കീത് ചെയ്തിരിക്കുന്ന വിഷയമാണ് സഹോദരങ്ങളെ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഇത്രയും ഊന്നൽ നൽകി പറയുന്നത്? ഇനിയൊരു വാദം ആരെങ്കിലും നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരികയും അത് ഇസ്ലാമിന്റെ വാദമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്താൽ, അത് അഹ്ലുസുന്നക്കില്ലാത്ത വാദമാണെങ്കിൽ, സഹാബത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ അവരുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ബിദ്അത്താണ്. അതിനെ സ്വീകരിക്കുന്നതിനെ നാം സൂക്ഷിക്കണം, അതിനെ സ്വീകരിക്കുന്നതിനെ നാം സൂക്ഷിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ആരാധനകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ പറയുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ വാദങ്ങൾ ദീനിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രധാനമുള്ള കാര്യങ്ങൾ ഉണർത്താം. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് ശരീഅത്ത് ഇത്രയും കർശനമായി ബിദ്അത്തിന്റെ കാര്യങ്ങളിൽ കണിശത കാണിച്ചത്? ബിദ്അത്തിന്റെ കാര്യങ്ങളിൽ കണിശത കാണിക്കാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞതുപോലെ, ബിദ്അത്തുകളിൽ ചില ഭാഗങ്ങളിലൂടെ നാം നോക്കുമ്പോൾ അതിൽ നന്മകൾ ഉണ്ടാകും. ചില ഭാഗങ്ങളിലൂടെ നാം ബിദ്അത്തിലേക്ക് നോക്കിയാൽ അതിൽ നന്മകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത് ആളുകൾക്ക് പെട്ടെന്ന് ഇത് തെറ്റാണ്, ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാധ്യത കുറവാണ്. ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ഇന്ന് പല ആളുകളും ബിദ്അത്തുകൾ ചെയ്യുന്ന പല ആളുകളിലേക്കും നിങ്ങൾ നോക്കിയാൽ, സ്വലാത്ത് മജ്ലിസ് നടത്തുന്നവർ എന്താണ് അവർ കരുതുന്നത്? ബാഹ്യമായി അവർ വിചാരിക്കുന്നു സ്വലാത്തല്ലേ ചെല്ലുന്നത്. പുതിയ നിസ്കാരം കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ പുതിയ പുതിയ അദ്കാറുകൾ കൊണ്ടുവരുന്നവർ അവരുടെ ധാരണ എന്താണ്? ദിക്റല്ലേ ചെല്ലുന്നത്, ഖുർആനല്ലേ പാരായണം ചെയ്യുന്നത് എന്ന ചിന്തയിലാണ് പലരും ഈ ബിദ്അത്തുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. കാരണം ബാഹ്യ രൂപം എന്ന് പറയുന്നത് വിചരിക്കുന്നത് പോലെയല്ല, മദ്യപിക്കുന്നത് പോലെയല്ല, മറിച്ച് ഇബാദത്തുകളാണ്. അവർ ചെയ്യുന്ന ഇബാദത്തുകളാണ്. അതുപോലെ അവർ പറയുന്ന പുതിയ പുതിയ വാദങ്ങളാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയാണ്, ഇന്ന് മുസ്ലിം ഭരണാധികാരി, അയാൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് ഇന്ന തെറ്റുകളുണ്ട്, അയാൾക്ക് ഇന്ന പിഴവുകളുണ്ട്, അതുകൊണ്ട് അയാൾക്കെതിരെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നൊരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ കേൾക്കുന്നവൻ ഒരു പക്ഷെ അവൻ എന്താണ് കരുതുക? ഈ പറയുന്നവൻ വൃത്തികേടല്ല പറയുന്നത്. ശറഈന്റെ ഭാഷയിൽ വൃത്തികേടാണെങ്കിലും പൊതുവെയുള്ള ഒരു സംസാരത്തിൽ ഇത് വൃത്തികേടല്ല, മറിച്ച് തിന്മകളെയാണ് അവൻ എതിർക്കുന്നത്. തിന്മകളെ എതിർത്തുകൊണ്ടാണ് അവൻ എന്ത് പറയുന്നത്? ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാഹ്യമായി നോക്കുമ്പോൾ അതിൽ ഒരു നന്മയുടെ രൂപമുണ്ട്, അതിൽ ഒരു നന്മയുടെ രൂപമുണ്ട്. അതുകൊണ്ടാണ്
ബിദ്അത്തിന്റെ വിഷയത്തിൽ ഇത്രയും ഗൗരവം? ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞതായി കാണാം, ബിദ്അത്തുകളിൽ ചില മസ്ലഹത്തുകൾ നിലനിൽക്കുന്നു. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നിങ്ങൾ പലപ്പോഴും കേട്ട സംഭവമായിരിക്കാം, എന്നിരുന്നാലും ഒന്നുകൂടി നമ്മൾ ചിന്തിക്കാം. അവിടുത്തെ വഫാത്തിന് ശേഷം ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഏതാനും സഹാബികൾ, ഏതാനും താബിഈങ്ങൾ അവർ നിൽക്കുകയായി. അക്കൂട്ടത്തിൽ അംർ ഇബ്നു സലമ അൽ ഹംദാനി റഹിമഹുള്ളയുമുണ്ട്. അവരവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ പുറത്ത് ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള സമയം അവരവിടെ ചെലവഴിക്കുകയായിരുന്നു. ഈ സമയം അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് വന്നു. അബൂ മൂസ പുറമേയുള്ള ആളുകളോട് ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ലേ? അവർ പറഞ്ഞില്ല, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അബൂ മൂസ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ അവിടെ ഇരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നു. എല്ലാവരും അദ്ദേഹത്തിന് അരികിലേക്ക് ചെന്നു. അതിനുശേഷം മഹാനായ സഹാബി അബൂ മൂസ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിനോട് സംസാരം തുടങ്ങി. യാ അബാ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ, ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ അംറൻ അൻകർതു. ഞാനിപ്പോൾ വരുന്ന വഴിയിൽ അല്ലെങ്കിൽ മസ്ജിദിൽ ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ സഹോദരങ്ങൾ, മുസ്ലിമീങ്ങൾ, സഹോദരിമാർ, പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാനിതാ വരുന്ന വഴിയിൽ മസ്ജിദിൽ അല്ലെങ്കിൽ ഞാൻ മസ്ജിദിൽ ഒരു കാര്യം കണ്ടു. എനിക്ക് അതിനോട് ഒരു പ്രയാസം തോന്നി. ഞാൻ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ശേഷം അദ്ദേഹം പറഞ്ഞു, വലം അറ ഇല്ല ഖൈറ. പക്ഷെ ഞാൻ കണ്ടത് ഒരു ഖൈറാണ്. ബാഹ്യമായി നോക്കിയാൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ബാഹ്യമായി നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. വലം അറ വൽഹംദുലില്ലാഹി ഇല്ല ഖൈറ. അത് നോക്കുമ്പോൾ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണത്? ബിദ്അത്തുകളിൽ ബാഹ്യമായി നന്മയുണ്ടാകുമെന്നതിന്റെ സൂചനയാണ്. ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണ് താങ്കൾ കണ്ടത്? അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖ ജുലൂസൻ യൻതളിറൂന അസ്സലാ. അവരുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കാം. ഞാൻ മസ്ജിദിൽ ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവരെന്താണ് ചെയ്യുന്നത്? ഓരോ ഭാഗത്തും നമുക്കിത് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ ചെറിയ കൂട്ടമായി മസ്ജിദിന്റെ ഓരോ ഭാഗത്ത് കുറച്ച് ആളുകൾ ഇരിക്കുകയാണ്. ഒരു 5 ആൾ ഇവിടെ, ഒരു 6 ആൾ അവിടെ, ഒരു 3 ആളുകൾ അവിടെ എന്ന രൂപത്തിൽ അവർ മസ്ജിദിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇരിക്കുകയാണ്. എന്തിനാ അവർ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയത്? വെറും വർത്താനം പറഞ്ഞ് സമയം കളയാനാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേടുകൾ പറയാനാണോ? അല്ല. ഇബ്നു മസ്ഊദിനോട് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, യൻതളിറൂന അസ്സലാ. നിസ്കാരത്തെ കാത്തിരിക്കാൻ, അവർ നിസ്കാരം വരുന്നതുവരെ മസ്ജിദിൽ ഇരിക്കാനാണ് അവരുടെ ഉദ്ദേശം. തയ്യിബ്, എന്താ പ്രശ്നം? ഇബ്നു മസ്ഊദിനോട് അദ്ദേഹം പറയുകയാണ്, അവരിൽ എല്ലാ സദസ്സിലും എല്ലാ കൂട്ടത്തിലും ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ചില കല്ലുകളുണ്ട്. ആ കല്ലുകൾ എടുത്ത് അദ്ദേഹം ബാക്കിയുള്ളവരോട് പറയുന്നു, സബ്ബിഹു മിഅ, 100 തവണ നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയുക. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും 100 തവണ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ദിക്ർ ഹൽഖയുടെ രൂപത്തിൽ അവരിങ്ങനെ ദിക്ർ പറയും. അത് കഴിഞ്ഞാൽ ഈ വ്യക്തി പറയും, കബ്ബിറു മിഅ, 100 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ, സദസ്സിലുള്ളവർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ എല്ലാവരും ഒന്നിച്ചു പറയും. ഇത് കഴിഞ്ഞപ്പോൾ ഹല്ലിലു മിഅ എന്ന് പറയാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞു. ഇതാണ് മസ്ജിദിൽ അദ്ദേഹം കണ്ടിരിക്കുന്ന കാഴ്ച. അദ്ദേഹം ഇബ്നു മസ്ഊദിനോട് പറഞ്ഞത് എന്താ? കാഴ്ച കാണുമ്പോൾ ഖൈറാണ്, പക്ഷേ എനിക്കത് കണ്ടപ്പോൾ അംറൻ അൻകർതു, ഇതെനിക്കെന്തോ ഒരു ഇല്ലാത്ത കാര്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് അനുഭവപ്പെട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയും. പ്രിയപ്പെട്ടവരെ, നാം ആ രൂപം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, മസ്ജിദിൽ ഇരിക്കുന്നു, നിസ്കാരം കാത്തിരിക്കുകയാണ്, നല്ല സമയമാണ്. ഈ സമയം അള്ളാഹുവിന്റെ മസ്ജിദിൽ, അള്ളാഹുവിന്റെ വീടിൽ ഈ ആളുകൾ ഇരുന്ന് ഈ രൂപത്തിൽ ദിക്ർ നടത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ, ഇതാണ് അവർ പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഫമാദാ ഖുൽത ലഹും? അബാ മൂസ, ഇത് കണ്ടപ്പോൾ താങ്കൾ എന്താണ് അവരോട് പറഞ്ഞത്? താങ്കൾ എന്താണ് അവരോട് ഈ വിഷയത്തിൽ പറഞ്ഞു കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്, നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല, പക്ഷെ ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞു, മാ ഖുൽതു ലഹും ഷൈഅൻ ഇന്തിളാറ റഅീക്. ഇബ്നു മസ്ഊദേ, ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല, താങ്കൾ എന്താണ് പറയുന്നത് എന്ന അഭിപ്രായം അറിയാൻ ഞാൻ കാത്തിരുന്നു. പണ്ഡിതന്മാരോട്, അറിവുള്ളവരോട് അവർ കാണിച്ചിരിക്കുന്ന ബഹുമാനമായിരുന്നു അത്. അതുകൊണ്ട് അബൂ മൂസ ഇത് കണ്ടയുടൻ എനിക്ക് തോന്നുന്നത് ഇത് പാടില്ല എന്നാണ്, എനിക്ക് തോന്നുന്നത് ഇത് ഒഴിവാക്കണമെന്നാണ്, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇങ്ങനെ ആയിരിക്കാമെന്ന് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബൂ മൂസ പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞു, മാ ഖുൽതു ലഹും ഷൈഅൻ ഇന്തിളാറ റഅീക്, താങ്കൾ എന്താണോ പറയുന്നത് അത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്, ഞാനായിട്ട് അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസയോട് പറഞ്ഞു,
അങ്ങനെയാണെങ്കിൽ താങ്കൾ അവരോട് പറയേണ്ടത് അവരുടെ പാപങ്ങൾ എണ്ണാൻ വേണ്ടിയിട്ടാണ്. മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ദിക്റുകൾക്ക് എണ്ണം പിടിച്ച് 100 തവണയായി 3 ദിക്റുകൾ ചെല്ലുന്നവരോട് ഇബ്നു മസ്ഊദ് പറഞ്ഞു, താങ്കൾ അവരോട് പറയേണ്ടിയിരുന്നത് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ എണ്ണു എന്നാണ്. പാപങ്ങളാണ് നിങ്ങൾ എണ്ണേണ്ടത്. ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ അരികിലേക്ക് വന്നു. ശേഷം അവരോട് ചോദിച്ചു, എന്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, അവരോട് ചോദിച്ചു, മാ ഹാദല്ലദി അറാകും തസ്നഊൻ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? അവർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഹസ നഉദ്ദു ബിഹി തക്ബീറ വത്തഹ്ലീല വതസ്ബീഹ്. ഇബ്നു മസ്ഊദേ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുകയാണ്, അതിനുവേണ്ടിയുള്ള കല്ലുകളാണ് ഇവിടെ കാണുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും, നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കൊള്ളുക. ശേഷം പറഞ്ഞു, വൈഹകും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ അവിടെയുള്ളവരോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് നാശം, മാ അസ്റഅ ഹലകതകും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്. വഹാദിഹി സിയാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം തുബ്ല, ഇവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വസ്ത്രങ്ങൾ നശിച്ചു പോയിട്ടില്ല, അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇന്നും ഇതാ അവശേഷിക്കുകയാണ്. വആനിയതുഹു ലം തുക്സർ, അവിടുന്ന് ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങൾ അതിനിയും പൊട്ടിപ്പോയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇത്രയും ചുരുങ്ങിയ സമയം മാത്രമേ ആയുള്ളൂ. വസഹാബത്തു റസൂലില്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം മുതവാഫിറൂൻ, പ്രവാചകന്റെ സഹാബികൾ ജീവിച്ചിരിക്കുകയാണ്. ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇബ്നു മസ്ഊദിന്റെ ഈ സംസാരമൊക്കെ ആരോടാണ്? ഈ മസ്ജിദിൽ ഇരുന്ന് കൂട്ടമായി ദിക്ർ ചൊല്ലുന്നവരോട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, അല്ലാഹുവിൽ തന്നെയാണ് സത്യം. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവർത്തനം കാരണത്താൽ ഒന്നുകിൽ നിങ്ങളുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അവിടുന്ന് ജീവിതത്തിൽ പുലർത്തിയിരിക്കുന്ന ദീനിനെക്കാളും നല്ല എന്തോ ഒരു ദീൻ നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് നിങ്ങളുടെ വിശ്വാസം. അതാണ് നിങ്ങളുടെ പ്രവർത്തനം അറിയിക്കുന്നത്. ഔ അൻതും മുഫ്തതിഹു ബാബി ളലാല, അതല്ലെങ്കിൽ നിങ്ങൾ ദീനിൽ പുതിയ വഴികേടിന്റെ മാർഗത്തെ തുറക്കുന്നവരാണ്. ഈ രണ്ടാലൊരു കാര്യം, ഒന്നുകിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ ഇത് പുതുതായി നിങ്ങൾ ഉണ്ടാക്കിയതാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും നല്ല എന്തോ ഒരു ദീൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ന് ആളുകൾ പറയുന്ന ഓരോരോ അവരുടെ ന്യായങ്ങൾക്കും ഇബ്നു മസ്ഊദിന്റെ വാക്കുകളിൽ മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ പ്രവാചകന്റെ മാർഗത്തിലാണെങ്കിൽ അവിടുന്ന് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുക, പുതിയത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ പഠിപ്പിച്ചിരിക്കുന്നത്. ശേഷം ഈ ആളുകൾ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലാ ഖൈറ. ഇബ്നു മസ്ഊദേ, ഈ മസ്ജിദിൽ ഇരുന്ന് നിസ്കാരത്തിന് മുമ്പുള്ള സമയം ഈ അദ്കാറുകൾ ചൊല്ലിയതിന്റെ ഉദ്ദേശം നന്മ ഉദ്ദേശിച്ചാണ്, വഴികേടിന് വേണ്ടിയല്ല, തെറ്റുകൾക്ക് വേണ്ടിയല്ല. അവർ അവരുടെ ഭാഗം ന്യായീകരിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലം യുസിബ്, എത്ര ആളുകളാണ് അവർ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പലതും ചെയ്യുന്നു, പക്ഷേ അവർ ചെയ്യുന്നത് നന്മയല്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ദാരിമി റഹിമഹുല്ലാഹ് മുഖദ്ദിമയിലും ബഹ്ഷ് അൽ അദ്ദേഹത്തിന്റെ താരീഖ് വാസിത്തിലും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രൂപം, ആ ദിക്ർ ഹൽഖയെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എതിർത്തു. പ്രവാചകന്റെ ദീനിലില്ലാത്ത ഒരു കാര്യം ഇനി നിങ്ങൾ ചെയ്യേണ്ടതില്ല, പ്രവാചകനേക്കാളും നല്ലൊരു കാര്യം നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബിദ്അത്തുകളിൽ ബാഹ്യമായി നോക്കുമ്പോൾ അതിൽ നന്മ തോന്നിയേക്കാം. സാധാരണക്കാർ പലപ്പോഴും പെട്ടുപോകുന്നത് അതിലാണ്. പുതിയ സലാത്തുമായി ആരെങ്കിലും വന്ന് ഈ സലാത്ത് ചൊല്ലിയാൽ നിനക്ക് ഇന്ന പ്രശ്നങ്ങൾ നീങ്ങും, നിന്റെ പ്രസവം എളുപ്പമാകും, നിന്റെ ഇന്ന കാര്യങ്ങൾ എളുപ്പമാകും എന്നൊരു വ്യക്തി വന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് ചിന്തിക്കുക, എന്താ കൂടി വന്നാൽ ദിക്റല്ലേ, ഒരു പക്ഷേ ഫലിച്ചാലോ, അതിന്റെ ബാഹ്യരൂപം നന്മയല്ലേ എന്ന ചിന്തയിൽ ഇത് ചെയ്യുമ്പോൾ അവിടെയാണ് ഈ തെറ്റ്. ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ, എത്ര ആളുകളാണ് നന്മയാണെന്ന് കരുതി ഓരോരോ കാര്യവും ചെയ്യുന്നത്, പക്ഷേ അത് തിന്മയായിട്ടാണ് ഭവിക്കുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തുകളുടെ വിഷയത്തിൽ വാദങ്ങളാണെങ്കിലും പുതിയ ആരാധനകളാണെങ്കിലും ആ വിഷയത്തിൽ നമ്മൾ കണിശത കാണിക്കണം. രണ്ടാമത്തെ കാര്യം, ബിദ്അത്തുകളിൽ നിന്ന് ഇത്രയും ശക്തമായി താക്കീത് ചെയ്യാനുള്ള കാര്യം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ജഅദിയാത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയാറുണ്ട്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, പിശാചിനെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തുകളാണ് പാപങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടത്.
ഒരുവൻ മദ്യപിക്കുന്നതിനേക്കാൾ, വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരുവൻ വൃത്തികേടുകൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിനിഷ്ടം ബിദ്അത്തുകൾ ചെയ്യുന്നവരെയാണ്. ബിദ്അത്തുകൾ, ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുന്നു, വൽ മഅസിയതു യുതാബു മിൻഹാ, പാപം ചെയ്യുന്ന, കളവ് പറയുന്ന, മോഷണം നടത്തുന്ന, വൃത്തികേടുകൾ ചെയ്യുന്ന ഒരുവൻ, അവനറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ എൻ്റെ ഈമാനിന്റെ ബലഹീനത കാരണം, ദുർബലത കാരണം തെറ്റുകൾ സംഭവിച്ചു പോകുന്നു. അതുകൊണ്ട് അവൻ തൗബ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവന്റെ തിന്മ അവനറിയാം. വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ, എന്നാൽ ബിദ്അത്ത് ചെയ്യുന്നവർ കരുതുന്നത് എന്താണ്? ഈ ദിക്ർ ഹൽഖയും പുതിയ സലാത്തുകളും കൊണ്ടുവന്ന് നൂറെ ഹബീബ് എന്ന് പറഞ്ഞ് മജ്ലിസുകൾ നടത്തുമ്പോൾ, അതുപോലെ തന്നെ സലാത്ത് മജ്ലിസുകളും സലാത്ത് നഗറുകളും നടത്തുമ്പോൾ അവരുടെ ധാരണ എന്താണ്? എന്തോ വലിയ നന്മയാണ് ചെയ്യുന്നത്, തിന്മയാണെന്ന ബോധം അവർക്ക് വരുന്നില്ല. അതുകൊണ്ട് തൗബ ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ബിദ്അത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യം നേരത്തെ നാം സൂചിപ്പിച്ചതാണ്. പക്ഷേ അത് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ബിദ്അത്തുകാരൻ അവന്റെ പ്രവർത്തനത്തിലൂടെ വാദിക്കുന്നത് എന്താണ്? പിന്നൊരു വ്യക്തി വന്നിട്ട് പറയാണ്, ഹദ്ദാദ് റാത്തീബ് ദീനിന്റെ ഭാഗമാണ്, മങ്കൂസ് മൗലിദ് ദീനിന്റെ ഭാഗമാണ്, അതുപോലെ പുതിയ പുതിയ മാലകളും വരികളും ദീനിന്റെ ഭാഗമാണ് എന്ന് ഒരു ഖുറാഫി, ഒരു ഖുബൂരി വന്നിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു ഇഖ്വാനി വന്നിട്ട് പറയാണ്, ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കൽ ദീനിന്റെ ഭാഗമാണ് എന്ന് ഒരു ഇഖ്വാനി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങളുമായി ഏതെങ്കിലും ഒരു വ്യക്തി, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ വന്നിട്ട് പറയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്ക്, തൗഹീദിലേക്ക്, ഏറ്റവും വലിയ നന്മയായ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ച് ഭിന്നിപ്പുണ്ടാക്കേണ്ടതില്ല എന്ന ഒരു വാദം, അതാണ് ദീനിന്റെ വാദം എന്ന രൂപത്തിൽ ഒരുവൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ ദീനിൽ ഇനിയും ബാക്കിയുണ്ട്. അതാണ് ഈ കൂട്ടർ വന്ന് പറയുന്നത്. ഒരുവൻ വന്നിട്ട് പറയുന്നു, ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങൽ ഇസ്ലാം അനുവദിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു, ഇറങ്ങണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി വന്ന് ഇത് ദീനിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ദീനിൽ ഈ ഒരു കാര്യത്തിന്റെ ആവശ്യം കൂടിയുണ്ട്. പുതിയ സലാത്ത് കൊണ്ടുവന്ന് സലാത്തുൽ ഫാത്തിഹ ചെല്ലണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഹദ്ദാദ് റാത്തീബ് നടത്തണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകാത്ത, പ്രവാചകന്റെ ജീവിതത്തിൽ അവിടുന്ന് ഒരിക്കൽ പോലും നിർവഹിച്ചിട്ടില്ലാത്ത, സഹാബികളിൽ ആധാറുകളിൽ ഒന്നിൽ പോലും സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഈ ഒരു അമൽ, ഇതിന്റെ ആവശ്യം ദീനിനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക, ഇതല്ലേ അവർ പറയുന്നത്? അള്ളാഹു പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഞാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഇതാ നിങ്ങളുടെ ദീന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പൂർത്തീകരിക്കപ്പെട്ട വസ്തുവിൽ എന്തിനാണ് പിൽക്കാലഘട്ടത്തിൽ ഒരു കാര്യം കൊണ്ടുവരുന്നത്? ഹദ്ദാദ് നടത്തുന്നവരോട് നിങ്ങൾ ചോദിക്കുക, ഹദ്ദാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ഈ റാത്തീബുകൾ, മാല മൗലൂദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ഒരാളും പറയില്ല പ്രവാചകൻ പഠിപ്പിച്ചു എന്നുള്ളത്. കാരണം അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് സമീപകാലങ്ങളിൽ ജീവിച്ചു മരിച്ചവരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തയ്യിബ്, അത് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അപ്പൊ അവരെന്ത് പറയും? ഹദ്ദാദിനുള്ള അദ്കാറുകൾ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ലേ? പലതും സ്ഥിരപ്പെട്ടതാണ്, സംശയമില്ല. പക്ഷെ എന്തുകൊണ്ടത് പാടില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥിരപ്പെട്ടതാണ്, സുബ്ഹാനല്ലാഹ് സ്ഥിരപ്പെട്ടതാണ്, അല്ലാഹു അക്ബർ സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ മസ്ജിദിൽ പ്രത്യേക രൂപത്തിൽ ഇരുന്ന് ചൊല്ലിയപ്പോൾ അവരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിലക്കി. കാരണം ഈ മാർഗം, ഈ ഒരു വിശേഷണത്തിൽ, ഈ ഒരു രൂപത്തിൽ ദിക്ർ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ ഹദ്ദാദ് റാത്തീബിലുള്ള അദ്കാറുകൾ ഒരു പക്ഷേ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടവ അവയിലുണ്ടെങ്കിലും ഇങ്ങനെ ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അവിടുത്തേക്ക് ചെയ്യാത്ത, സഹാബത്ത് ചെയ്യാത്ത ഒരു നന്മ പിൽക്കാലഘട്ടത്തിൽ ഒരുവന് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ, അവന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദീനിൽ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഇവരൊക്കെ കൊണ്ടുവരാനുണ്ട്, എന്നാണ് ദീന് പൂർണ്ണമാകും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ബിദ്അത്തുകളുടെ ഏറ്റവും വലിയ ഗൗരവം എന്ന് പറയുന്നത്, ബർബഹാരി റഹിമഹുല്ലാ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ശറഹുസ് സുന്നയിൽ കാണാം, ബിദ്അത്തുകൾ ആരംഭിക്കുന്നത് പലപ്പോഴും ചെറിയ ചെറിയ ബിദ്അത്തുകളായിട്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇഹ്ദർ സിഗാറൽ മുഹ്ദസാത്ത്, ചെറിയ ചെറിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. പല ബിദ്അത്തുകളുടെയും തുടക്കം നിങ്ങൾ നോക്കിയാൽ ചെറുതായിരിക്കും. ചെറിയ ആഘോഷങ്ങൾ, ചെറിയ ചെറിയ പരിപാടികൾ. ഫഇന്ന സിഗാറൽ ബിദ്അഇ തഊദു ഹത്താ തസീറ കിബാറ, പക്ഷേ ആ ബിദ്അത്തുകൾ കൂടിക്കൂടി വന്ന് അത് വലിയ ബിദ്അത്താകുന്നത് പോലെ നിലനിൽക്കും. അദ്ദേഹം പറയുന്നു, ആ തുടക്കത്തിലുള്ള ബിദ്അത്ത് അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിൽ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന അംർ ഇബ്നു സലമ അൽ ഹംദാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഇബ്നു മസ്ഊദിനോട് മസ്ജിദിൽ വെച്ച് ന്യായീകരിച്ചിരിക്കുന്ന ഈ വിഭാഗം ആളുകളില്ലേ,
ഈ ആളുകൾ അംർ ബിൻ സലമ റഹിമഹുല്ലാ പറയുന്നു, നഹർവാനിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്തവരിൽ ഈ കൂട്ടരുണ്ടായിരുന്നു എന്ന് അംർ ബിൻ സലമ റഹിമഹുല്ലാ പറയുന്നു. നോക്കൂ നിങ്ങൾ, അവരുടെ തുടക്കം എന്തായിരുന്നു? മസ്ജിദിൽ ഇരുന്ന് ഏതാനും ചില അദ്കാറുകൾ ചെല്ലുന്നു, പുതിയൊരു കാര്യം. ഇബ്നു മസ്ഊദ് എതിർത്തു. പക്ഷെ അവരുടെ ഒടുക്കം എന്താണ്? അലി ബിൻ അബി താലിബിനോട് റളിയല്ലാഹു അൻഹു, അൽ ഖലീഫത്തുർ റാഷിദ്, അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇവരുടെ ചെറിയ ബിദ്അത്തുകൾ അവരെ കൊണ്ടെത്തിച്ചു എന്ന് മഹാനായ അംർ ബിൻ സലമ റഹിമഹുല്ലാ പറഞ്ഞതായി ബഹ്ഷറിന്റെ താരീഖ് വാസിത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തെയും നിസാരവൽക്കരിക്കരുത്. അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി ഒരാൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പുതുതായി ഒരാൾ കൊണ്ടുവന്നാൽ അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീനിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇതെപ്പോഴാണ് നിൽക്കുക? ആരുടെ തോന്നലിനനുസരിച്ചാണ് ദീനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുക? ഒരാൾക്ക് തോന്നാണ് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കണം, അത് അയാൾ കൊണ്ടുവന്ന് ബാക്കിയുള്ളവർ ചെല്ലുന്നു. ഒരാൾ പറയാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അല്ല നാലാമത്തെ ഖലീഫ, മറിച്ച് മുആവിയ ബിൻ അബി സുഫിയാനാണ് റളിയല്ലാഹു അൻഹുമ എന്നൊരുവന് തോന്നി. ആ വ്യക്തി അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുതിയ വാദം കൊണ്ടുവന്നു. ഇങ്ങനെ തോന്നുന്നവർ പുതിയ വാദങ്ങളുമായി വരാനുള്ളതല്ല അള്ളാഹുവിന്റെ ദീൻ. മറിച്ച് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഇന്നേ ദിവസം ദീന് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അത് സഹാബത്തിന്റെ ചര്യയിലുണ്ട്. എങ്ങനെയാണ് ഇത് മുറുകെ പിടിക്കേണ്ടത്? സഹാബത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഖുലഫാകൾ എന്നുള്ളത് അവരുടെ സംസാരങ്ങളിൽ കാണാം. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നാം സ്വീകരിക്കണം. മുൻഗാമികൾ, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, സഹാബികൾ, താബിഈങ്ങൾ അവരെന്ത് പഠിപ്പിച്ചുവോ, അവരുടെ ജീവിതത്തിൽ എന്താണോ കാണുന്നത് അത് നാം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി പിൽക്കാലഘട്ടത്തിൽ കൊണ്ടുവന്നാൽ അതിന്റെ തിക്തഫലം എന്താണെന്നാൽ അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇബ്നു വല്ലാഹിൻ അൽ ബിദ്അയിൽ കാണാം, ഒരു വ്യക്തി ദീനിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ അതിലൂടെ ഇല്ലാതാകുന്നത് ഒരു സുന്നത്താണ്, അതിലൂടെ നശിച്ചു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു സുന്നത്താണ്. മുസ്ലിം ഭരണകൂടങ്ങൾക്കെതിരിൽ സംസാരിക്കുന്നത് ബിദ്അത്താണ്. അത് ദീനിന്റെ ഭാഗമായി ഇഖ്വാനികൾ കൊണ്ടുവന്നാൽ, സുറൂരികൾ കൊണ്ടുവന്നാൽ അതിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന അവർക്കെതിരിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്താണ് പല ആളുകളും മനസ്സിലാകാതെ പോകുന്നത്. പല ആളുകൾക്കും ആ ഒരു വിജ്ഞാനം നഷ്ടപ്പെടും. മറിച്ച് അവർ മനസ്സിലാക്കുക ഈ ഇഖ്വാനികൾ പറയുന്നതാണ് ശരി എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി പ്രവാചകന്റെ സുന്നത്ത് ആളുകൾ മറക്കുകയും ഈ ബിദ്അഈ വാദങ്ങൾ ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന കാര്യം വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബിദ്അത്തുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ വർജിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് ബിദ്അത്തുകളെ നാം മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഷർറ് അത് ഏറ്റവും മോശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയാൽ, ഇന്ന് ചില ആളുകൾ ബിദ്അത്തുകളുമായി ബന്ധപ്പെട്ട് ചില വാദങ്ങൾ നമ്മുടെ നാട്ടിൽ പറയും. ചില സാധാരണക്കാരൊക്കെ ഒരുപക്ഷെ അതിൽ പെട്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ചെയ്യാത്ത ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല, അവർക്കില്ലാത്തൊരു വാദം ദീനിൽ നമുക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങളിന്ന് കാർ ഉപയോഗിക്കാൻ പറ്റുമോ, നിങ്ങളിന്ന് മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നവരും തീരെ വിവരമില്ലാത്ത ചില ആളുകൾ. എന്താണ് അവർക്കുള്ള മറുപടി? ബിദ്അത്ത് എന്ന് പറയുന്നത് സൂറത്തു ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതുപോലെ അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅദം ബിഹില്ലാഹ്, അതല്ലെങ്കിൽ അവർക്ക് ചില പങ്കുകാരുണ്ടോ? എങ്ങനെയുള്ള പങ്കുകാരികൾ? അള്ളാഹുവിന്റെ ദീനിൽ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നവർ, ദീനിൽ പുതിയ കാര്യം നിർമ്മിക്കുന്നവർ, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ദീനിൽ പുതിയ കാര്യം നിർമ്മിക്കുന്നവർ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ ഖവാഇദ് അൻ-നൂറാനിയയിൽ ഇമാം അഹ്മദും മറ്റു ചില ഉലമാക്കളും ഉദ്ധരിക്കുന്നതായി കാണാം, ദീനിൽ അള്ളാഹു നിർദ്ദേശിച്ചത് മാത്രമാണ് ചെയ്യൽ അനുവദിക്കപ്പെടുകയുള്ളൂ ദീനിൽ. അതുകൊണ്ട് ബിദ്അത്ത് എന്ന് പറയുന്നത് എപ്പോഴും ദീനിലായിരിക്കണം. ഒരു വ്യക്തി ഒരു വാദം കൊണ്ടുവന്ന് ഇത് ദീനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അതിനാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. മൈക്ക് ഉപയോഗിക്കുന്ന ആരും മൈക്ക് ദീനിന്റെ ഭാഗമാണെന്ന് പറയുന്നില്ല. എന്നാൽ നബിദിനം ആഘോഷിക്കുന്നവരോട് നബിദിനം ഇബാദത്താണോ എന്ന് ചോദിച്ചാൽ അവർ അതേ എന്ന് പറയും. ദീനിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അവർ അതേ എന്ന് പറയും. അതുകൊണ്ടാണല്ലോ അവർ ആഘോഷിക്കുന്നത്. പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അവരുടെ വാദം. എന്നാൽ ദീനിൽ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഒരു വ്യക്തി കാർ ഉപയോഗിക്കുന്നു, ആ വ്യക്തി പറയാണ് കാർ ഉപയോഗിക്കൽ തന്നെ സുന്നത്താണ്, അല്ലെങ്കിൽ കാർ ഉപയോഗിക്കുന്നത് ദീനിൽപ്പെട്ടതാണ് എന്നൊരുവൻ പറഞ്ഞാൽ ആ വാദം ബിദ്അത്താണ്. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ തന്റെ ആവശ്യങ്ങൾക്കും മറ്റും കാർ ഉപയോഗിക്കുന്നു, അതൊരിക്കലും അത് തന്നെ ഒരുപക്ഷെ ഇബാദത്തുകൾക്ക് അത് സഹായമായേക്കാം, നിസ്കാരത്തിന് പോകാൻ, നല്ല കാര്യങ്ങളിലേക്ക് പോകാൻ അത് സഹായിക്കാം. പക്ഷേ
അത് തന്നെ അത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെ ഒരു ഇബാദത്തായി ഒരുവൻ പറഞ്ഞാൽ അത് ബിദ്അത്താകും. അപ്പോൾ ബിദ്അത്ത് എന്ന് പറയുന്നത് ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്, ദീനിലായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ചില ആളുകൾ എന്ത് പറയും, ശരി തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ബിദ്അത്താണ്, ഇതൊക്കെ ബിദ്അത്തുകളാണ്, പുതിയ പുതിയ കാര്യങ്ങളാണ്, മൗലിദാഘോഷം ബിദ്അത്താണ് എന്ന് ചില സമസ്തയുടെ ഖുബൂരികളുടെ ചില നേതാക്കന്മാർ പറയുന്നതായി കാണാം. പക്ഷേ ദീനിൽ രണ്ട് തരം ബിദ്അത്തുകളുണ്ട്, നല്ല ബിദ്അത്തും മോശം ബിദ്അത്തും. നല്ല ബിദ്അത്തുകളുണ്ട്, മോശം ബിദ്അത്തുണ്ട് എന്നവർ പറയും. നേരത്തെ നമ്മൾ പറഞ്ഞു, എന്റെ സഹോദരങ്ങൾ എല്ലാവരും ഇത് പഠിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നേരത്തെ നമ്മൾ പറഞ്ഞു. എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് എന്താണ്? കുല്ലു മുഹ്ദഥത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. ഏത് ബിദ്അത്താണെങ്കിലും അറബി ഭാഷ അറിയുന്നവർക്ക്, ഉസൂലിന്റെ നിയമങ്ങൾ അറിയുന്നവർക്ക് അറിയാം, കുൽ എന്ന് പറയുന്ന പദം വന്നാൽ, കുല്ലുൻ എന്ന് പറയുന്ന പദം വന്നാൽ എല്ലാം എന്ന അർത്ഥമാണ്. പ്രവാചകൻ പറയുന്നു കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തി വന്നിട്ട് പറയാ അല്ല എല്ലാ ബിദ്അത്തുകളും മോശമല്ല, ളലാലത്തല്ല എന്നുള്ളത്? പിൽക്കാലഘട്ടത്തിൽ വന്ന ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങളിലാണ് നല്ല ബിദ്അത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞ സംസാരങ്ങൾ വന്നത്. അതല്ലാതെ പൂർവ്വകാല ഉലമാക്കൾ ആരും തന്നെ നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടില്ല, നല്ല ബിദ്അത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ചില സംസാരങ്ങൾ ആ രൂപത്തിൽ ചിലർ ഉപയോഗിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതല്ല അതിന്റെ ഉദ്ദേശമെന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതിന് തെളിവായി പറയുന്നത് എന്താണ്? ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം രാത്രി മസ്ജിദിലേക്ക് വന്നു. ആളുകൾ, ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ നിസ്കരിക്കുന്നു തറാവീഹ്, മറ്റൊരു ഭാഗത്ത് കുറച്ചാളുകൾ വേറെ തറാവീഹ് നിസ്കരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരും ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുക. അങ്ങനെ അദ്ദേഹം രണ്ട് ഇമാമുമാരെ നിശ്ചയിച്ചു കൊടുത്തു. ശേഷം അദ്ദേഹം പറഞ്ഞു, നിഅമത് അൽ ബിദ്അതു ഹാദി, ഇത് എത്ര നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞു, ഇത് എത്ര നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയും, കണ്ടില്ലേ, നല്ല ബിദ്അത്തിനുള്ള തെളിവാണ്. ഇതെങ്ങനെയാണ് ബിദ്അത്താവുക? തറാവീഹ് നിസ്കാരം ആദ്യമായി ജമാഅത്തായി നിർവഹിച്ചതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ജീവിതത്തിൽ തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. പിന്നീട് തറാവീഹ് നിർബന്ധമാക്കപ്പെടുമോ എന്ന കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായുള്ള നിസ്കാരം ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യം പിൽക്കാലഘട്ടത്തിൽ ഒരാൾ ഹയാത്താക്കുമ്പോൾ, അത് പതിവാക്കുമ്പോൾ എങ്ങനെയാണ് അത് ബിദ്അത്താവുക? അത് ബിദ്അത്തല്ല, മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഉദ്ദേശിച്ചത് ഭാഷാപരമായ അർത്ഥം മാത്രമാണ്. ഇതൊരു പുതിയ കാര്യം എന്നുള്ളത് താരതമ്യേന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്നില്ല, പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ കാര്യം, ആ സുന്നത്ത് ഇപ്പോൾ ഹയാത്താക്കിയിരിക്കുകയാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തിലുള്ളത്. അതല്ലാതെ പുതിയൊരു കാര്യമല്ല അദ്ദേഹം അവിടെ ചെയ്തത്. മറ്റൊരു ഹദീസ് ചിലപ്പോൾ തെളിവായി പറയാറുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരു കാര്യം നല്ലതായി മനസ്സിലാക്കിയാൽ അത് അല്ലാഹുവിങ്കൽ നല്ലതാണ് എന്ന് ഖതീബുൽ ബഗ്ദാദി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് നബിദിനാഘോഷം എല്ലാവർക്കും അറിയാം, പ്രവാചകനെ സ്നേഹിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം വേണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഈ കാര്യം മുസ്ലിമീങ്ങൾ നല്ലതായി അംഗീകരിച്ചത് കൊണ്ട് അത് നല്ലതാണ് എന്ന് പറയും. അതും ശരിയല്ല. ഒന്ന്, ഈ ഹദീസ് ദുർബലമാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ, ഇബ്നു അബ്ദുൽ ഹാദി വിശദീകരിച്ചതുപോലെ. രണ്ടാമത്തേത്, ഇത് ശരിയാണെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇജ്മാഇനുള്ള തെളിവാണ്, അതല്ലാതെ പുതിയ ഇബാദത്ത് ഉണ്ടാക്കാനുള്ള തെളിവല്ല. ഇജ്മാഇനുള്ള തെളിവാണ്, പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കാനുള്ള തെളിവല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തുകളിൽ നല്ല ബിദ്അത്ത് എന്ന് പറയുന്ന ഒന്നില്ല. അതിന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ഒരു ബിദ്അഇ നിങ്ങളോട് പറയാണ് ഇത് നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാളോട് പറയാ. അയാളൊരു പക്ഷേ പറയും ഇസ്സ ബിൻ അബ്ദുസ്സലാം പറഞ്ഞിട്ടുണ്ട് നല്ല ബിദ്അത്ത് ഉണ്ടെന്ന്. നമുക്ക് അവരോടുള്ള മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടിലാണ്. അതിനുശേഷം ആരെന്ത് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വേണ്ടി നാം ഉപേക്ഷിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാനദണ്ഡം. അതുപോലെ തന്നെ ബിദ്അത്തുകളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വളരെയധികം നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് അസ്സുന്നത്തു തർക്കിയ നമ്മൾ പഠിക്കുക എന്നുള്ളത്. പൊതുവെ നമ്മൾ എന്താ പറയാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് ചെയ്തു, അതുകൊണ്ട് അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് രാത്രിയിൽ കിടന്നത്, ഇങ്ങനെയാണ് മസ്ജിദിൽ കയറുമ്പോൾ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ആ കാര്യം സുന്നത്താണ്. ഇതാണ് പൊതുവെ നമ്മൾ പറയുന്ന സുന്നത്തിന്റെ വശങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
ബിദ്അത്ത് ചില മേഖലകളിൽ ഒതുക്കുന്നത് പോലെ സുന്നത്ത് എന്ന പദം ചില മേഖലകളിൽ ആളുകൾ ഒതുക്കി. സുന്നത്തിന്റെ ഒരു ഭാഗമാണ് അസ്സുന്നത്തു തർക്കിയ. എന്താണ് അസ്സുന്നത്തു തർക്കിയ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യകതയുണ്ടായിട്ടും ഒരു കാര്യം ചെയ്യാൻ തടസ്സമില്ലാതിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം ഉപേക്ഷിച്ചുവെങ്കിൽ, ഒരു കാര്യം പ്രവാചകന്റെ കാലത്ത് ചെയ്യുന്നതിന് ആവശ്യമുണ്ടായിരുന്നു, അത് ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, ചെയ്യാൻ പ്രത്യേകിച്ച് തടസ്സവും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിച്ചുവെങ്കിൽ ഇന്നൊരുവൻ അത് ചെയ്യുക എന്ന് പറയുന്നത് ബിദ്അത്താണ്. ഇത് അസ്സുന്നത്തു തർക്കിയുടെ ഭാഗമാണ്. ലളിതമായി പറഞ്ഞാൽ പ്രവാചകൻ ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കുക, അത് സുന്നത്തിന്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റിസാലയിൽ സകാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണമല്ലാതെ ലിന്നാസി ഗൈറുഹു മിൻ നുഹാസിൻ വഹദീദിൻ വറസാസ്, ജനങ്ങൾക്ക് സ്വർണത്തിന് പുറമെ അവർ ഉടമപ്പെടുത്തുന്ന മറ്റു വസ്തുക്കളുണ്ട്. ഫലമ്മ ലം യഖുദ് മിൻഹു റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം വലാ അഹദുൻ ബഅദഹു സകാ, പക്ഷേ പ്രവാചകനോ അതിനുശേഷമുള്ളവരോ അതിൽ നിന്ന് സകാത്ത് എടുക്കാത്തത് കാരണത്താൽ, സ്വർണത്തിന് മാത്രമേ സകാത്തുള്ളൂ, സ്വർണവും വെള്ളിയും, അതല്ലാതെ ഇരുമ്പുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് പറഞ്ഞിട്ടില്ല. പ്രവാചകൻ അത് പറയാത്തത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് എടുക്കാത്തത് കൊണ്ടും തറക്നാഹു, ഞങ്ങളും ഒഴിവാക്കുകയാണ്. എന്താ കാരണം? ഇത്തിബാഅൻ ലിതർക്കി, പ്രവാചകൻ ഒഴിവാക്കിയതും നമ്മൾ പ്രവാചകനെ പിൻപറ്റുക, അതിനാണ് സുന്നത്ത് തർക്കിയ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചത് നമ്മൾ ഉപേക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ചെയ്യുന്നത് പോലെ പ്രവാചകൻ ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യുക. തയ്യിബ്, എന്താണ് ഇതിന്റെ തെളിവ്? ഇമാറത്ത് ബിൻ റുവൈബ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ മസ്ജിദിലേക്ക് കയറി. ബിശ്ർ ബിൻ മർവാൻ ഖുതുബ നടത്തുകയായിരുന്നു. ഖുതുബക്ക് ദുആ ചെയ്യുമ്പോൾ ബിശ്ർ ബിൻ മർവാൻ അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു. ഖതീബ് ദുആ ചെയ്യുമ്പോൾ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് മിമ്പറിൽ വെച്ച് ഖതീബ് ദുആ ചെയ്തു. ഇമാറത്ത് ബിൻ റുവൈബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സംഭവം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. അദ്ദേഹം പറഞ്ഞു, ഖബ്ബഹല്ലാഹു ഹാതൈനിൽ യദൈൻ, ഈ രണ്ട് കൈകളെ അല്ലാഹു നശിപ്പിച്ചു കളയട്ടെ. എന്താ കാരണം? ഫഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസീദു അലാ അൻ യഖൂല ബിയദിഹി ഹകദാ അശാറ ബി ഇസ്ബഇഹിൽ മുസബ്ബിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളിൽ അദ്ദേഹം ചൂണ്ടുവിരൽ ഉയർത്തുന്നതിന് പകരം അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നും ചെയ്തിരുന്നില്ല, ഇങ്ങനെ കൈകൾ ഉയർത്തിയിരുന്നില്ല എന്ന് ഇമാറത്ത് ബിൻ റുവൈബ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മനസ്സിലായോ? അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാ ദുആ ചെയ്യാറുള്ളത്? വിരലുകൾ ഉയർത്തിക്കൊണ്ടാണ്. ഒരു വിരൽ മാത്രം ഉയർത്തും. അഹ്ലുസുന്നയുടെ പല പണ്ഡിതന്മാരുടെയും ഖുതുബകൾ നിങ്ങൾ നോക്കിയാൽ, മദീനയിലുള്ള ഷെയ്ഖ് റുഷൈദാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖുതുബകൾ നിങ്ങൾ നോക്കിയാൽ ദുആ ചെയ്യുമ്പോൾ ഒരു വിരൽ ഉയർത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ അലൈക ബിൽ യഹൂദ് അല്ലെങ്കിൽ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീൻ, ഇതാണ് ദുആ ചെയ്യേണ്ടത്. പക്ഷേ ആ വ്യക്തി ബിശ്ർ ബിൻ മർവാൻ രണ്ട് കൈകളും ഉയർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി പറഞ്ഞു, ഇങ്ങനെ പ്രവാചകൻ ചെയ്തിരുന്നില്ല. അസ്സുന്നത്ത് തർക്കിയ തെളിവായിക്കൊണ്ട് പറഞ്ഞു, പ്രവാചകൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അസ്സുന്നത്ത് തർക്കിയ നമ്മൾ മനസ്സിലാക്കണം. അസ്സുന്നത്ത് തർക്കിയ അത് സുന്നത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഒരു വ്യക്തി നിങ്ങളോട് വന്നിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബികൾ പ്രവാചകനെ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു. സഹാബികൾ പ്രവാചകനെ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീര്, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഈ രൂപത്തിൽ ബറക്കത്തെടുക്കാറുണ്ട്. പ്രവാചകന്റെ മുടി സ്ഥിരപ്പെട്ടതാണെങ്കിൽ പ്രവാചകന്റെ കാലത്ത് അത് ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു. ഇന്നൊരാൾ വന്നിട്ട് പറയാണ്, സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ബറക്കത്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇക്കാലഘട്ടത്തിൽ സാലിഹ്യങ്ങളായ ആളുകളെ കൊണ്ട് നമുക്ക് ബറക്കത്തെടുക്കാം, അതിലേക്ക് താരതമ്യം ചെയ്തുകൊണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കാണ്, എന്താ തെളിവ്? അയാൾ പറഞ്ഞു, ഖിയാസാണ്. എന്താണ് ഖിയാസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സഹാബികൾ ചെയ്തതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന സാലിഹ്യങ്ങളെ കൊണ്ട് നാം ബറക്കത്തെടുക്കുകയാണെന്ന് പറഞ്ഞാൽ, ഖിയാസ് തെളിവായി കൊണ്ട് പറഞ്ഞാൽ നമുക്ക് മറുപടി എന്താ? അസ്സുന്നത്ത് തർക്കിയ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ ജീവിച്ചിരിക്കുന്നുണ്ട്, ഉമർ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ആരും തന്നെ ഒരു സഹാബി പോലും അബൂബക്കറിനെ കൊണ്ട് ബറക്കത്തെടുത്തിട്ടില്ല. സഹാബത്തിന്റെ സുന്നത്ത് എന്താണ്? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ സഹാബികൾ മറ്റും അവർ പരസ്പരം ഇടപാടുകൾ, ബന്ധങ്ങളുണ്ട്, ആരും തന്നെ ബറക്കത്തെടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് അസ്സുന്നത്ത് തർക്കിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക്
ദീനിന്റെ അഹ്കാമുകൾ മനസ്സിലാക്കാൻ, ബിദ്അത്തുകൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ബിദ്അത്തുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊരു അമൽ നമ്മൾ ചെയ്യുമ്പോഴും, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും 6 കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് യോജിക്കണം. 6 കാര്യങ്ങളിൽ പ്രവാചകനോട് യോജിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. തർത്തൂഷി അദ്ദേഹത്തിന്റെ ബിദ്അഇന്റെ കിതാബുകളിലും ഷാത്തിബി അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങളിലും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഒരു ഇബാദത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലം, ആ സമയം, അതിനെ തൊട്ട് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ളുഹ്ർ നിസ്കാരം, അതിന് ശറഅ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾ പറയാണ് ഞാൻ കുറച്ച് നേരത്തെ നിസ്കരിക്കും, അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയം നിശ്ചയിച്ചാൽ ആ സമയം പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അതാണ് ഇബാദത്തിന്റെ രൂപം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് ഏതെങ്കിലും ഒരു സ്ഥലവുമായി ബന്ധപ്പെടുത്തിയതാണെങ്കിൽ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് അത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അറഫയിൽ നിൽക്കണം ഹജ്ജിൽ. ഒരു വ്യക്തി പറയാണ് ഞാൻ അറഫയിൽ നിൽക്കുന്നില്ല, മറ്റൊരു സ്ഥലത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ അമൽ ബിദ്അത്താണ്. അവന്റെ അമൽ ബിദ്അത്താണ്. കാരണം എന്താണ്? പ്രവാചകനോട് ഈ വിഷയത്തിൽ മുവാഫഖത്ത് വേണം. പ്രവാചകൻ എവിടെ വെച്ച് ചെയ്തു, ഏത് സമയം ചെയ്തു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം നിങ്ങൾ ശരിക്കും പഠിക്കുക. അബ്ദുർ റസാഖിന്റെ മുസന്നഫിൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയുടെ ഒരു അസർ കാണാം. ഒരു വ്യക്തി ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച ശേഷം മസ്ജിദിലേക്ക് കയറുകയാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള അവിടെയുണ്ട്. അദ്ദേഹം ആ സമയം വന്ന് നിസ്കാരം തുടങ്ങി. ആ സമയം വന്ന് അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ധാരാളമായി നിസ്കരിക്കും. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയം, നിസ്കാരം വിലക്കപ്പെട്ട സമയങ്ങളിൽ ഒന്നാണ് ആ സമയം, ഈ സമയം നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ഇന്ന് ചില ആളുകൾ ചോദിക്കുന്ന അതേ മറുപടി അദ്ദേഹം ചോദിച്ചു, ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? നിസ്കാരമല്ലേ ചെയ്യുന്നത്, അതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള പറഞ്ഞു, ബൽ യുഅദ്ദിബുക അല്ലാഹു അലാ ഖിലാഫിസ് സുന്നah. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞു. അതുകൊണ്ട് പ്രവാചകൻ ഒരു സ്ഥലം നിശ്ചയിച്ചുകൊണ്ട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ചെയ്യണം. അതുപോലെ മൂന്നാമത്തെ കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇനം നമുക്ക് പറഞ്ഞു തന്ന് ഈ ഇനത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്കാകാൻ പാടില്ല. ഉദാഹരണം, ഉദ്ഹിയ്യ അറുക്കുമ്പോൾ കന്നുകാലികളെ ഇറക്കണമെന്ന് പറഞ്ഞു. ഒരു വ്യക്തി പറയാണ് ഞാൻ കോഴി അറുക്കും, പറ്റുമോ? ഇല്ല, അത് ബിദ്അത്താണ്. അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്, ഏത് ഇനമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത്, ആ ഇനം നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകളിൽ നമ്മൾ പാലിക്കണം. അതുപോലെ തന്നെ കാരണങ്ങളിൽ നമ്മൾ യോജിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന ദുആ പഠിപ്പിച്ചു. ഒരാൾ പറയാണ് ഞാൻ ഈ ദുആ വീട്ടിൽ കയറുമ്പോഴാണ് പറയാം, വീട്ടിൽ കയറുമ്പോൾ ഞാൻ പറയും എന്നൊരു വ്യക്തി പറഞ്ഞ് അത് ഇബാദത്തിന്റെ ഭാഗമാക്കിയാൽ അത് ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു കാരണം നിശ്ചയിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അളവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ അളവിൽ പ്രവാചകനോട് യോജിക്കുക. ഇപ്പൊ തവാഫ് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഒരു വ്യക്തി പറയാണ് ഞാൻ 7 പകരം ഒരു 8 തവാഫ് ചെയ്യാം, പുണ്യം കൂടിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ? അത് ബിദ്അത്താണ്. നിസ്കാര ശേഷമുള്ള അദ്കാറുകൾ 33 തവണ 33 തവണ 34 തവണ എന്നുള്ള അദ്കാറുകളൊക്കെ ഒരു വ്യക്തി പറയാണ് ഞാൻ ഇനി മുതൽ 37 തവണ ചെല്ലും, പുണ്യല്ലേ? ഞാൻ പറയുന്നത് പൊതുവെയുള്ള ദിക്റുകളെ കുറിച്ചല്ല. നിസ്കാര ശേഷം സമയബന്ധിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കുന്ന എണ്ണത്തിൽ അതിലൊരാൾ വർദ്ധിപ്പിച്ചാൽ അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. ആറാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇബാദത്തുകൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന സിഫത്തുകൾ, അതിന്റെ രൂപങ്ങൾ, ആ രൂപത്തിൽ നമ്മൾ നിർവഹിക്കണം. ഇപ്പൊ ദിക്ർ ചെല്ലുമ്പോൾ നേരത്തെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എതിർത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ കൂട്ടമായി 100 തവണ ചെല്ലൂ എന്ന് പറയുന്ന സമ്പ്രദായം ദീനിൽ പരിചയമില്ല. അതുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് എതിർത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തുകളുടെ ഈ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ബിദ്അത്തുകൾ വാദങ്ങളാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക. മറ്റൊരു കാര്യം, ചില ഉസ്താദുമാരൊക്കെ ഇപ്പൊ നിങ്ങൾ മൗലിദ് ആഘോഷം പാടില്ല, നബിദിന ആഘോഷം പാടില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? അങ്ങനെയാണെങ്കിൽ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ അത് ബിദ്അത്താണ്.
ഇങ്ങനെയുള്ള ചില മുടന്തൻ ന്യായങ്ങളുമായി ചില ആളുകൾ സമീപിക്കും. ഇത് അവർ ബിദ്അത്തും മസ്ലഹ മുർസല എന്ന് പറയുന്ന ദീനിന്റെ ഒരു വിധിയുമായി അൽ മസാലിഹുൽ മുർസല എന്ന് പറയുന്ന കാര്യവുമായി കൂട്ടിക്കുഴക്കുന്നതാണ്. അത് ഉസൂലുൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്തൊരു കാര്യമാണ്. ലളിതമായി മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. എന്താണ് മസ്ലഹ മുർസലയും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പം ഖുർആൻ ക്രോഡീകരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളും പുതിയൊരു സ്വലാത്ത് കൊണ്ടുവരുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ പ്രവാചകന് തടസ്സമുണ്ടായിരുന്നില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നൊരുവൻ അത് ചെയ്യൽ ബിദ്അത്താണ്. ഉദാഹരണം പറയാം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈദ് നിസ്കാരങ്ങൾക്ക് ആളുകളെ കൂട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എല്ലാവരും വരണം എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എല്ലാവരും വരണം എന്ന് നിസ്കാരങ്ങളിൽ ആളുകൾ എങ്ങനെയാണ് ക്ഷണിക്കാറ്? ബാങ്ക് വിളിക്കും. പൊതുവെ ചെയ്യാറുള്ളത് ബാങ്ക് വിളിക്കലാണ്. ഈദ് നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതേ ആവശ്യം നിലനിൽക്കുന്നുണ്ട്. ആളുകൾ എത്തണം, ആളുകൾ അറിയണം. പക്ഷേ പ്രവാചകൻ ഈദിന് ബാങ്ക് കൊടുക്കാറുണ്ടോ? ഇല്ല. ബാങ്കില്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പഠിപ്പിച്ചത്. അന്ന് ബാങ്ക് വിളിക്കാൻ പ്രവാചകൻ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പറ്റൂലേ? അവർക്ക് ബാങ്ക് വിളിക്കണം എന്ന് കരുതിയാൽ പറ്റും. ബാക്കിയുള്ള 5 വക്തുകൾക്ക് ബാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യം നിലനിന്നിരുന്നിട്ടും, ആളുകൾ അറിയാൻ, സമയം അറിയണം, ആളുകൾ എത്തണം എന്നൊരു ആവശ്യം നിലനിന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാങ്ക് കൊടുക്കാൻ തടസ്സമില്ലാതിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചു. ഇന്നൊരു വ്യക്തി പറയാണ് ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ ആ വാദം എന്താണ്? ബിദ്അത്തിന്റെ വാദമാണ്. കാരണം പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു, ചെയ്യാൻ തടസ്സമുണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നൊരുവൻ അത് ചെയ്താൽ അത് ബിദ്അത്താണ്. എന്നാൽ ഖുർആനിന്റെ ക്രോഡീകരണം അത് ബിദ്അത്താണോ അല്ലെങ്കിൽ മസ്ലഹ മുർസലയാണോ? മസ്ലഹ മുർസല എന്ന് പറഞ്ഞാൽ ദീന് പരിഗണിക്കുന്ന ഒരു ആവശ്യം, അത് ശർഅ് പ്രത്യേകിച്ച് എതിർത്തതല്ല, മറിച്ച് ശർഇന്റെ പൊതുവായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വാക്കുകൾ അതിന് പിൻബലം നൽകുന്നതാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ ക്രോഡീകരിക്കണമെന്ന ആവശ്യം ഉമർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചത്? പ്രവാചകന്റെ കാലഘട്ടത്തിൽ സഹാബികളിൽ അധിക പേരും, ധാരാളം ആളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരുന്നു. അതുകൊണ്ട് ഖുർആൻ നഷ്ടപ്പെട്ടു പോകും എന്നൊരു ഭയം അന്നുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഒരു യുദ്ധം നടന്നു, 70ഓളം ഖുർആൻ പഠിച്ച സഹാബികൾ കൊല്ലപ്പെട്ടു. ഇത് കണ്ട സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നെനിക്ക് ഭയമാണ്. ഉടനടി അബൂബക്കർ പറഞ്ഞു നമുക്ക് ക്രോഡീകരിക്കാമെന്ന്. ഇല്ല, അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? അസ്സുന്ന തർക്കിയ, പ്രവാചകൻ ചെയ്യാത്തത് ഞാൻ ചെയ്യരുതല്ലോ. ഈ സമയം ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം പ്രവാചകന്റെ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഖുർആൻ അറിയാം, പഠിച്ചവർ ധാരാളമുണ്ട്, ഖുർആൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അസ്സുന്ന തർക്കിയ കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ ഹാജത്ത്, ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായി. ഇന്നൊരു വ്യക്തി വന്നുകൊണ്ട് ബിദ്അത്തിന് ഇത് തെളിവായി പറഞ്ഞാൽ മറുപടി എന്താണ്? ഈ ബിദ്അത്ത് പുതിയ സലാത്ത് കൊണ്ടുവന്നാൽ ഇതുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. പക്ഷെ ഖുർആൻ ക്രോഡീകരിക്കേണ്ട ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിൽക്കാലഘട്ടത്തിലാണ് ആവശ്യം വന്നത്. അതുകൊണ്ട് അത് ബിദ്അത്തുകളിൽ പെടുന്നതല്ല. ഒരു കാര്യം ആവശ്യമുണ്ടായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ടായിട്ടും പ്രവാചകൻ ഒഴിവാക്കിയാൽ അതിന്ന് ചെയ്യുന്നത് ബിദ്അത്താണ്. മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും, കാർ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്താ മറുപടി? ഇതുപോലെ തന്നെയാണ്. മൈക്ക് അന്ന് ആവശ്യം ഉണ്ടായിരുന്നില്ലേ? മൈക്ക് ഉണ്ടെങ്കിൽ അന്ന് നന്നാവൂലേ? ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ ഉപകരിക്കൂലേ? പക്ഷെ എന്തുകൊണ്ട് ഉപയോഗിക്കാതിരുന്നത്? ചെയ്യാൻ തടസ്സമുണ്ടായിരുന്നു. അന്ന് മൈക്കില്ല, അന്ന് ഈ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല. അത് ഇന്നൊരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബിദ്അത്താവുകയില്ല. കാർ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റും. എന്താ കാരണം? കാറിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ആളുകൾ യാത്ര ചെയ്യാറില്ലേ? ആവശ്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അത് ചെയ്യാൻ തടസ്സമുണ്ട്, കാറുകളൊന്നില്ല. അതുകൊണ്ട് അവരന്ന് ചെയ്തിട്ടില്ല. പിൽക്കാലഘട്ടത്തിൽ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്താണ്, അത് ബിദ്അത്താവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒന്നിന് ആവശ്യമുണ്ടാവുകയും അതിന് തടസ്സമില്ലാതിരുന്നിട്ടും അത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നിട്ടും പ്രവാചകൻ ഒഴിവാക്കുകയും ചെയ്താൽ ഇന്നൊരു വ്യക്തി ചെയ്യുന്നത് അത് ബിദ്അത്താകും. അതുപോലെ തന്നെ ഇപ്പൊ ഖുർആനിൽ നമ്മൾ കാണുന്ന ഹറക്കത്തുകൾ, ഫത്ഹ, കസ്റ, ലമ്മ, അതുപോലെ ബ ഇന്ന് താഴെ ഒരു പുള്ളി, ത ആണെങ്കിൽ 2 പുള്ളി, സ ആണെങ്കിൽ 3 പുള്ളി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ?
ഉണ്ടായിരുന്നോ? ഇല്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അബുൽ അസ്വദ് ദുഅലിയാണ് ആദ്യമായി ഖുർആനിൽ ഹറക്കത്തുകൾ കൊണ്ടുവന്നത്. അത് ഇന്ന് കാണുന്ന രൂപത്തിലല്ല, ചില വ്യത്യാസങ്ങളുണ്ട്, അതിന് വിശദീകരണമല്ല. പക്ഷെ പറഞ്ഞതിന്റെ ഉദ്ദേശം അബുൽ അസ്വദ് ദുഅലിയാണ് ആദ്യമായി അക്ഷരങ്ങൾ ഈ ഹറക്കത്തുകൾ കൊണ്ടുവന്നത്. പിന്നീട് നാം ഈ കാണുന്നത് പോലെ ബ ആണെങ്കിൽ ഒരു പുള്ളി, ത ആണെങ്കിൽ 2 പുള്ളി എന്നത് കൊണ്ടുവന്നത് നസ്ർ ബിൻ ആസിം അൽ ലൈസിയും യഹ്യ ബിൻ യഅ്മുറുമാണ്. ഈ 2 പേരാണ്, ഈ 2 പണ്ഡിതന്മാരാണ്. അത് ബിദ്അത്താണോ? അല്ല. എന്തുകൊണ്ട് ബിദ്അത്തല്ല? പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതപ്പെട്ടത് വായിക്കാൻ, ഓതാൻ ഈ ഹറക്കത്തുകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ തെറ്റില്ലാതെ ഓതുമായിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഒക്കെ കാലം കഴിയുന്തോറും ഇസ്ലാമിക ഭരണകൂടം വലുതായി, ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി, അനറബികൾ ഇസ്ലാമിലേക്ക് വന്നു തുടങ്ങി. അവർക്ക് ഖുർആൻ ഓതുമ്പോൾ പിഴവുകൾ സംഭവിക്കുന്നത് കാരണത്താൽ ദീനിലെ മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന പുള്ളികൾ കൊണ്ടുവന്നത്, ഈ പറയുന്ന ഹറക്കത്തുകൾ കൊണ്ടുവന്നത്. അത് മസ്ലഹത്തുൻ മുർസലയാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, പിൽക്കാലഘട്ടത്തിൽ ആവശ്യം വന്നതാണ്. അങ്ങനെയാണോ പുതിയ സലാത്ത്? പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നബിദിനാഘോഷം നടത്തുമ്പോൾ പ്രവാചകനെ സ്നേഹിക്കേണ്ട ആവശ്യം പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നില്ലേ? സഹാബത്തിനുണ്ടായിരുന്നില്ലേ? പിന്നെന്തുകൊണ്ടാണ് അവരിത് ആഘോഷിക്കാതിരുന്നത്? ഇപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടായിരുന്നിട്ടും ചെയ്യാൻ അവർക്ക് തടസ്സമില്ലാതിരുന്നിട്ടും ഇന്നൊരു വ്യക്തി അത് ചെയ്യുകയാണെങ്കിൽ, അവർ ഉപേക്ഷിച്ച കാര്യം ഇന്നൊരാൾ ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വേർതിരിവാണ്, മസ്ലഹത്തുൽ മുർസല എന്ന് പറയുന്നത് ഇബാദത്തുകളിൽ വരികയില്ല. അൽ മസാലിഹുൽ മുർസല ഒരിക്കലും ഇബാദത്തുകളിൽ വരികയില്ല. ഇബാദത്തുകളിലേക്കുള്ള മാർഗം, ഇപ്പൊ ഖുർആൻ ഓതുന്നതിന് എളുപ്പമാകാനാണ് ഈ ഹറക്കത്തുകൾ. അതിലാണ് എപ്പോഴും മസ്ലഹ മുർസല ഉണ്ടാവുക. ഇബാദത്തുകളെ സഹായിക്കുന്നതിന് മസാലിഹ് മുർസല ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം, മസ്ലഹ മുർസലയുടെ അടിസ്ഥാനത്തിൽ ഇബാദത്തുകൾ വരികയില്ല. ഇപ്പൊ നബിദിനാഘോഷം ഒരു ഇബാദത്താണ്, പ്രവാചകനോടുള്ള സ്നേഹം അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ മാർഗമാണ് നബിദിനാഘോഷമായത്. ആ ഇബാദത്താണ് നബിദിനാഘോഷം. എന്നാൽ മസ്ലഹ മുർസല തന്നെ ഒരു ഇബാദത്തായിരിക്കുകയില്ല. നബിദിനാഘോഷിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്? അവരുടെ മറുപടി ഇതൊരു ഇബാദത്താണ്, പ്രവാചകനോടുള്ള സ്നേഹമാണ്. എന്നാൽ മസാലിഹ് മുർസല എന്ന് പറയുന്നത് അത് തന്നെ ഒരു ഇബാദത്തായിരിക്കുകയില്ല. അതുകൊണ്ട് ഈ ആഘോഷങ്ങൾ മസ്ലഹ മുർസലയാണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. ഈ ബിദ്അത്തുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൗലിദ് ആഘോഷത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ഇതിനെല്ല നമുക്ക് അവസാനിപ്പിക്കാം. സമയം കുറവാണ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് കരുതിയിരുന്നു. മൗലിദ് ആഘോഷം നിങ്ങൾ നോക്കിയാൽ, നബിദിനാഘോഷം നിങ്ങൾ നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മൗലിദ് ആഘോഷം ഉണ്ടോ? ഇല്ല. അബൂബക്കറിന്റെ കാലത്തുണ്ടോ? ഉമറിന്റെ കാലം, ഈ കാലഘട്ടത്തിൽ ഒന്നും മൗലിദ് ആഘോഷം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഉദ്ധരണി നിങ്ങൾ പഠിക്കണം. ഞാനിത് പറയുന്ന ഒരു ഉദ്ധരണി നിങ്ങൾ മനസ്സിലാക്കണം. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞതായി ഹാഫിദ് അസ്സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവിയിൽ ഫതാവയിൽ പറയുന്നു, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. മൗലിദ് ആഘോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബിദ്അത്താണ്. ആരാ പറയുന്നത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി. നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടോ? വലിയ പണ്ഡിതനായി അവർ മനസ്സിലാക്കുന്ന, സ്വീകരിക്കുന്ന പണ്ഡിതനാണ്. ഇബ്നു ഹജർ പറയുന്നു, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. ബിദ്അത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് പുതിയതാണ്. ലം തുൻഖൽ, അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അൻ അഹദിൻ മിനസ് സലഫി സ്സാലിഹ്, സലഫു സ്വാലിഹീങ്ങളിൽ നിന്ന് ആരിൽ നിന്നും, മിനൽ ഖുറൂനി സലാത്ത, ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്നും അമലുൽ മൗലിദ് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞതായി സുയൂത്തിയുടെ ഹാവിയിൽ ഫതാവയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിലൊന്നും മൗലിദ് ആഘോഷം ഉണ്ടായിരുന്നില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു. തയ്യിബ്, ആദ്യമായി ചരിത്രത്തിൽ മൗലിദ് ആഘോഷം ഉണ്ടാക്കിയത് ആരാണ്? ഉബൈദിയാക്കളാണ്. ആരായിരുന്നു ഉബൈദിയാക്കൾ? 3-ാം നൂറ്റാണ്ടിൽ, വ്യക്തമായി പറഞ്ഞാൽ ഹിജറ 297 തുനീഷ്യ അടിസ്ഥാനപ്പെടുത്തി ആസ്ഥാനമാക്കി ഒരു ഭരണം ഉണ്ടാക്കിയവരായിരുന്നു ഉബൈദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. അവരാണ് ആദ്യമായി നബിദിനാഘോഷം, മൗലിദ് ആഘോഷം കൊണ്ടുവന്നത്. ഏകദേശം 6-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെയാണ് അവരുടെ ഭരണകൂടം നിലനിന്നിരുന്നത്. ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ആഘോഷങ്ങളിൽപ്പെട്ട ഒരു ആഘോഷമാണ് മഖ്രീസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖിതത്തിൽ പറയുന്നതായി കാണാം. അവർ കൊണ്ടുവന്നിരിക്കുന്ന അനേകം ആഘോഷങ്ങളിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മൗലിദ് ആഘോഷം, ഹുസൈനിന്റെ പേരിലുള്ള ആഘോഷം, ഫാത്തിമയുടെ പേരിലുള്ള ആഘോഷം റളിയല്ലാഹു അൻഹും, അത്തരത്തിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആഘോഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷമെന്ന് ഷാഫിഈ പണ്ഡിതൻ
മഖ്രീസി അദ്ദേഹത്തിന്റെ അൽ ഖിതത്തിൽ പറയുന്നതായി കാണാം. തയ്യിബ്, ഈ കൊണ്ടുവന്ന ഉബൈദിയാക്കൾ ആരായിരുന്നു? അവരുടെ വാദമനുസരിച്ച് അവരുടെ ചില ഭരണാധികാരികൾ അവരാണ് ഇലാഹ് എന്ന് വാദിച്ചിരുന്നു, അവരെയാണ് ആരാധിക്കേണ്ടതെന്ന് വാദിച്ചിരുന്നു. ജനങ്ങളോട് ഭരണാധികാരികൾക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ അവർ കൽപ്പിച്ചിരുന്നു. അദൃശ്യമായ കാര്യങ്ങൾ അവർക്കറിയാം എന്നീ ഭരണകൂടത്തിലെ ഭരണാധികാരികളിൽ പലരും പറഞ്ഞിരുന്നു. ഖറാമിത്തകൾക്ക് ഏറ്റവും വലിയ പിൻബലം നൽകിയവരാണ് ഉബൈദിയാക്കൾ. ആരായിരുന്നു ഖറാമിത്ത? ഹജറുൽ അസ്വദ് കഅബാലയത്തിൽ നിന്ന് മോഷ്ടിച്ച് അവിടെ നിന്ന് ഹാജിമാരെ കൊന്നുകളഞ്ഞ് ഹജറുൽ അസ്വദ് സ്വന്തം നാട്ടിലേക്ക് ബഹ്റൈനിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്ന ഖറാമിത്തകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച വിഭാഗമാണ് ഈ പറയുന്ന ഉബൈദിയാക്കൾ. അവരാണ് ആദ്യമായി നബിദിനാഘോഷം കൊണ്ടുവന്നത് എന്ന് മഖ്രീസിയുടെ അൽ ഖിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഈ പറയുന്ന പല ആഘോഷങ്ങളും നടത്തി. പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുള്ളയുടെ കരങ്ങളിലൂടെ ഉബൈദിയ ഭരണകൂടം 6-ാം നൂറ്റാണ്ടിൽ ഇല്ലാതാകുമ്പോഴേക്ക് ഈ പറയുന്ന ആഘോഷങ്ങൾ പിന്നീട് ഏതാനും വർഷങ്ങൾ നിലച്ചുപോയി. ആളുകളൊക്കെ അത് മറന്നു വരുന്ന ഒരു അവസ്ഥയായി. കാരണം അത് കൊണ്ടുവന്ന ഭരണകൂടത്തെ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുള്ളയുടെ കരങ്ങളിലൂടെ ആ ഭരണകൂടം ഇല്ലാതായി. പിന്നീട് ചില സൂഫിയാക്കൾ ഈ ഉബൈദിയാക്കൾ കൊണ്ടുവന്നിരിക്കുന്ന ആരാധനകളിൽ അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ നിന്ന് നബിദിനാഘോഷം ചില സൂഫികൾ എടുക്കുകയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ആഘോഷങ്ങൾ റാഫിദിയാക്കളിൽ ചിലർ സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ വലിയ രൂപത്തിൽ ഈ ആഘോഷം നടത്തിയത് ഇർബിൽ ഭരിച്ചിരുന്ന, ഇറാഖിലെ ഇർബിൽ എന്ന് പറയുന്ന പ്രദേശം ഭരിച്ചിരുന്ന അബൂ സഈദ് കോക്കബരി എന്ന് പറയുന്ന വ്യക്തിയാണ്. മുഗഫർ രാജാവ് എന്ന് പൊതുവെ പറയപ്പെടാറുള്ള ഈ വ്യക്തിയാണ് വലിയ ആഘോഷമായി ഈ ആഘോഷം നടത്തിയത് എന്ന് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന കിതാബിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആഘോഷം ആഘോഷിക്കുന്നവരോട് നിങ്ങൾ അവരെ വെല്ലുവിളിക്കുക. മഖ്രീസി പറഞ്ഞതുപോലെ ഉബൈദിയാക്കൾ അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്ന് പറയുന്ന, ഞങ്ങൾക്ക് വേണ്ടി സുജൂദ് ചെയ്യണമെന്ന് പറയുന്ന, ഞങ്ങളാണ് ആരാധിക്കപ്പെടേണ്ട ഇലാഹുകൾ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട വിഭാഗങ്ങൾ ഇവരെ കൊണ്ടുവരുന്നതിന് മുമ്പ് ചരിത്രത്തിൽ എവിടെയെങ്കിലും സലഫു സാലിഹീങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മൗലിദാഘോഷം നടത്തിയതായി ചരിത്ര രേഖകൾ ഒരാൾക്കും കൊണ്ടുവരിക സാധ്യമല്ല. ദീനിന്റെ കഠിന ശത്രുക്കൾ, എല്ലാവിധ വൃത്തികേടുകളും ചെയ്തവർ, അവരാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ആഘോഷം കൊണ്ടുവന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അന്ന് ഇർബിൽ രാജാവിന്റെ കാലഘട്ടത്തിൽ വലിയ തോതിൽ വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടന്നെങ്കിലും പിന്നീട് നടന്നത് എന്താണ്? നേരത്തെ ബർബഹാരിയുടെ സംസാരം നമ്മൾ വായിച്ചതുപോലെ ഏത് ബിദ്അത്തും തുടങ്ങുന്നത് ചെറിയ രൂപത്തിലായിരിക്കും, പിന്നീട് അത് വലുതാകും. അന്ന് നബിദിനാഘോഷം നടന്നു. ഇന്നത്തെ ആഘോഷങ്ങൾ എന്താണ്? നബിദിനാഘോഷം എന്ന പേര് സദസ്സുകളിൽ ആണും പെണ്ണും കൂടിക്കലരുന്നു. നബിദിനാഘോഷത്തിന്റെ പരിപാടികൾ നടത്താൻ വേണ്ടി സ്റ്റേജുകൾ കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് വൈകുന്നേരമാണ് പരിപാടി തുടങ്ങുന്നതെങ്കിൽ രാവിലെ മുതൽ ഉറക്കി അവിടെ പാട്ടുകൾ വെക്കും. മ്യൂസിക്കുകൾ ഇസ്ലാം വിലക്കിയിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബുർദ ആലപിക്കുന്നു, ബുർദ പാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കുന്ന വരികൾ, ഷിർക്കിന്റെ വാക്കുകൾ, ബുർദയിലുള്ള ഷിർക്കുകൾ. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ താങ്കളിലേക്കല്ലാതെ മറ്റാരിലേക്ക് നാം അഭയം പ്രാപിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷിർക്കിന്റെ തേട്ടങ്ങൾ. മരിച്ചവരോടുള്ള ദുആകൾ. മങ്കൂസ് മൗലൂദ് പാടുന്നു. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്ൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്തു, ധാരാളം തിന്മകൾ ചെയ്തു, പ്രവാചകരെ താങ്കളോട് ഞാൻ ഇത് ആവലാതി ബോധിപ്പിക്കുന്നു. ഈ രൂപത്തിൽ ഷിർക്ക് പ്രചരിപ്പിക്കാൻ, ഷിർക്ക് പാടി പറയാൻ ഇന്ന് മൗലിദാഘോഷത്തിന്റെ ഈ വേദികൾ ഉപയോഗപ്പെടുന്നത് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബിദിനാഘോഷം ഈ പറയുന്നത് പോലെ പഴയകാലം നടക്കുന്നത് പോലെയല്ല, ഇർബിൽ രാജാവ് നടത്തിയതിനേക്കാളും വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആഘോഷങ്ങൾ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ആഘോഷം, മുൻഗാമികൾക്ക് പരിചയമില്ലാന്ന് ആരാ പറഞ്ഞത്? നേരത്തെ പറഞ്ഞോ? ആരാ പറഞ്ഞേ? മഖ്രീസി പറഞ്ഞു ഉബൈദിയാക്കൾ തുടങ്ങിയതാണ്. അതുപോലെ തന്നെ മുൻഗാമികളുടെ കാലത്ത് ഇതില്ല എന്ന് ആരാ പറഞ്ഞേ? ഇബ്നു ഹജർ, ഹാഫിദ് ഇബ്നു ഹജർ. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഈ രണ്ട് ഉദ്ധരണികൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഇബ്നു ഹജർ പറയുന്നു ആദ്യ കാലത്തില്ലാത്തതാണ്. ഇങ്ങനെ ഒരു ഏർപ്പാട് തുടങ്ങുകയും ഇത് ദീനിൽ പെട്ടതാണെന്ന് പറഞ്ഞ് ഇന്ന് ചില ആളുകൾ വാദിക്കുകയും ചെയ്താൽ 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു കാര്യം, 4-ാം നൂറ്റാണ്ടിന്റെ അവസാനമുണ്ടായ ഈ ആഘോഷം, അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദീനിന്റെ ഭാഗമാവുക? നമുക്ക് സമയം കുറവായതുകൊണ്ട് ഇനി വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പാപം, ഈ കൊടിയ തിന്മ, അള്ളാഹുവിന്റെ ദീനിലുണ്ടായ പുതിയ ബിദ്അത്ത്, ഇത്
കേവലം ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ബിദ്അത്തുകളിൽ നിൽക്കാതെ ഇന്ന് ശിർക്കിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം ചോദിക്കുന്ന അവസ്ഥയിൽ ബുർദവാടിയും അത്തരത്തിലുള്ള മങ്കൂസ് മൗലൂദുകൾ നടത്തിയും ഈ ശിർക്ക് പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരിൽ ശക്തമായി സംസാരിക്കാൻ, അതിനെതിരിൽ പ്രതിരോധം തീർക്കാൻ, അള്ളാഹുവിന്റെ ഹക്ക് സംരക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ നാം തയ്യാറാകണം. ഒരു പക്ഷേ അവർ ഉദ്ധരിക്കുന്ന തെളിവുകൾ നമുക്ക് കാണാം. ഈ തെളിവുകളൊക്കെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ മറുപടി പറഞ്ഞതാണ്. ചില ആളുകളൊക്കെ ലേഖനങ്ങളായി എഴുതിയത് കാണാം. 20ഓളം തെളിവുകളുണ്ട് നബിദിനാഘോഷത്തിന്, 20ഓളം തെളിവുകൾ. എല്ലാത്തിനും നമുക്ക് പറയാനുള്ള ലളിതമായ മറുപടി എന്താണ്? അവർ ആയത്തുകൾ ഓതും. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫല്യഫ്റഹു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് നിങ്ങൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ലല്ലേ എന്നവർ പറയും. നമുക്ക് മറുപടി എന്താണ്? ഏത് ശുബഹത്ത് അവർ കൊണ്ടുവന്നാലും ലളിതമായ മറുപടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഈ ആയത്ത് എന്തുകൊണ്ട് സഹാബികൾക്ക് അത് മനസ്സിലായിട്ടില്ല? സഹാബികൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഇന്ന് വന്നിരിക്കുന്ന ഒരുവന് മനസ്സിലാവുക? ആദ്യ 3 നൂറ്റാണ്ടുകളിലെ ഉത്തമ സമുദായം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന വിഭാഗങ്ങൾ അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകൾക്ക് മനസ്സിലാവുക? മാത്രമല്ല, സഹാബികൾ പലരും പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല, മറിച്ച് ഖുർആനാണ്, ഇസ്ലാമാണ്. ഇസ്ലാം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ അത് എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ജീവിക്കുക. അതല്ലാതെ ഈ പറയുന്ന നബിദിനാഘോഷം നടത്തിയിട്ടാണെങ്കിൽ സഹാബികൾക്ക് കാണിക്കാൻ സാധിക്കാത്ത ഒരു സ്നേഹം പിൽക്കാലഘട്ടത്തിൽ വന്ന ദുർബലമായ ഈമാനുള്ള എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് സഹാബത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ സാധിക്കുക? അതുപോലെ അവർ പറയുന്ന ഏതേത് പ്രമാണങ്ങൾ നിങ്ങൾ എടുത്താലും അതിനുള്ള ലളിതമായ മറുപടി എന്തുകൊണ്ട് ഈ പ്രമാണങ്ങൾ സഹാബികൾക്ക് മനസ്സിലായിട്ടില്ല? ചില ആളുകൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അഖീഖത്ത്, അവിടുന്ന് ജനിച്ച ദിവസം അല്ലെങ്കിൽ 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് അഖീഖ അറുത്തിരുന്നു. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒന്നുകൂടി അഖീഖ അറുത്തു. അത് അവിടുത്തെ ജന്മദിനത്തോടുള്ള സന്തോഷമായിരുന്നു എന്ന് ചില റിവായത്തുകൾ, ബസ്സാറും മറ്റുമൊക്കെ ഉദ്ധരിച്ച ചില റിവായത്തുകൾ ആളുകൾ പറയാറുണ്ട്. അത് ദുർബലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെടാത്തതാണ്. അതിലുള്ള റാവിമാരെ കുറിച്ച് ഇമാം അബൂ സുർഅത്ത് റാസിയും അബൂ ഹാത്തിം റാസിയെ പോലുള്ള പണ്ഡിതന്മാർ ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. ഇമാം അഹ്മദ് പറഞ്ഞു ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. അങ്ങനെയുള്ള അനേകം തെളിവുകൾ ഇവർ പറയുന്ന പല പല കാര്യങ്ങൾ അബൂ ലഹബിന് ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് പറയുന്നു. എന്താണ് കാരണം? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ കുറിച്ച് അബൂ ലഹബിന്റെ അടിമ സ്ത്രീയായ സുവൈബ അബൂ ലഹബിനോട് പറഞ്ഞപ്പോൾ, ഇന്ന് നിങ്ങളുടെ സഹോദരന്റെ മകൻ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുവൈബയോട് അബൂ ലഹബ് പറഞ്ഞു, നീ സ്വതന്ത്രയാണ്. അതുകൊണ്ട് അബൂ ലഹബ് അങ്ങനെ സന്തോഷിച്ച കാരണത്താൽ അബൂ ലഹബിന് ശിക്ഷയിൽ ഇളവ് ലഭിച്ചിട്ടുണ്ട് എന്ന് ചില റിവായത്തുകൾ ഉദ്ധരിക്കുന്നതായി കാണും. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. അവരെന്ത് പറയും? ബുഖാരിയിൽ ഉദ്ധരിച്ചതാണെന്ന് പറയും, സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചതാണെന്ന് പറയും. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷേ ലളിതമായി മനസ്സിലാക്കിയാൽ സഹീഹുൽ ബുഖാരിയുടെ ഹദീസുകളാണെന്ന് പറയുന്ന നിബന്ധനയിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച വിഷയമേ അല്ലാതെ. അതുകൊണ്ട് തന്നെ സുവൈബയെ മോചിപ്പിച്ചത് അബൂ ലഹബ് ഈ പറഞ്ഞ സന്തോഷം കാണിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള അബൂ ലഹബിന് ശിക്ഷയിൽ ഇളവ് ലഭിച്ചെങ്കിൽ മറ്റുള്ളവർക്കും ഇളവ് ലഭിക്കും, അതുകൊണ്ട് ആഘോഷിക്കണം എന്ന് പറയുന്ന വാദങ്ങളൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരേതേത് തെളിവുകൾ നമ്മോട് പറയാറുണ്ടെങ്കിലും ആ തെളിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അതിന് ലളിതമായി ഈ ഉത്തരം മനസ്സിലാക്കുക. സഹാബികൾക്ക് അത് മനസ്സിലായിരുന്നില്ല. സഹാബികൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം നമുക്കൊരിക്കലും ദീനിന്റെ ഭാഗമാവുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. സുന്നത്തിന് വേണ്ടി അടിയുറച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. ബിദ്അത്തിന്റെ വേരുകൾ, അത് വാദങ്ങളാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും അതിനെതിരിൽ ശക്തമായി പ്രതിരോധം തീർക്കാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറഞ്ഞതുപോലെ, അവരുമായി എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞതുപോലെ ആ പ്രഖ്യാപനം നടത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിന് വേണ്ടി പണിയെടുക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കാൻ, പ്രവാചകന് വേണ്ടി പ്രതിരോധം തീർക്കാൻ, ഈ ദീനിന്റെ പോരാളികളായി നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു ഫീ തആഅതി, ഒരാളെ അള്ളാഹു നല്ലത് വിചാരിച്ചാൽ, അവൻ നന്നാകണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ അവനെ അള്ളാഹു നല്ല കാര്യങ്ങളിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞതുപോലെ നല്ലതിൽ ഉപയോഗിക്കപ്പെടാൻ നാം ശ്രമിക്കുക. സുന്നത്തിലായി മരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇമാം മാലിക് പറഞ്ഞതായി കാണാം, മൻ മാത അല സുന്നതി ഫൽയുബ്ശിർ, മൻ മാത അല സുന്നതി ഫൽയുബ്ശിർ,
മൻ മാത അല സുന്നതി ഫൽയുബ്ശിർ, സുന്നത്തിലായി മരിക്കാൻ സാധിച്ചാൽ പിന്നെ അവർ സന്തോഷിച്ചു കൊള്ളുക എന്ന് ഇമാം മാലിക് പറഞ്ഞതുപോലെ സുന്നത്തിന്റെ വാഹകരാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് അവസാന സമയം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.